നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ഷാജൻ ചേട്ടാ ആൻഡ് പ്രചോദേട്ടാ. നമസ്കാരം. എനർജി അല്ലേ? പിന്നെ സെറ്റ് അല്ലേ? ഫുൾ ഓൺ. കൊല്ലത്തുനിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. കൊല്ലം മുഖത്തല തൃക്കോവിൽ വട്ടം അവിടുത്തെ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാരാണ്. നല്ല കൈഡി കൊടുക്കാം. ആദ്യത്തെ സ്കിറ്റ് ഇറക്കട്ടെ. മനോജേട്ടനുണ്ട്, സുമിയുണ്ട്. ഇന്നിവരുടെ രണ്ടുപേരുടെയും കൂടെ ലെറ്റ്സ് വെൽക്കം രാജിമോൻ. അയ്യോ ദൈവമേ, മനസമാധാനമായിട്ട് വീട്ടിൽ ഇരുന്ന് സീരിയല് കാണാൻ സമ്മതിച്ച പെണ്ണ് സമ്മതിക്കത്തില്ല. മൂവന്തി ആയപ്പോ അവളങ്ങ് തുടങ്ങി. അവൾക്ക് അവിടെ വേദന ഇവിടെ വേദന. എന്റെ മരുമോളാ പറച്ചിലേട്ട തോന്നുന്നു അവൾ ആദ്യത്തെ ഗർഭിണിയെന്ന്. ഏട്ട് പറ്റ എന്റെ അടുത്ത് അവിടെ കടിഞ്ഞൂൽ പ്രസവത്തിന്റെ വേദന കാണിക്കുന്നത്. എന്റെ ദൈവമേ, ആ സുഖമോ ദേവിയിലെ ആ പെങ്കൊച്ചിന് എന്തോ അവസ്ഥയായി കാണുമോ. സഞ്ചിക്കകത്ത് സ്ഥലം ഉണ്ടായിരുന്നു, ടിവിയും കൂടെ എടുത്തോണ്ട് വരായിരുന്നു. അതെങ്ങനെ അങ്ങനെ എന്റെ കെട്ടിയാനോ ഓട്ടോ തപ്പി പോയത്. ഈ ഓട്ടോ ഒന്നും ഇവിടെ കിട്ടിയില്ലയോ? വിളിച്ചു നോക്കട്ടെ. ഹലോ ഹലോ, കുട്ടിച്ചേട്ടാ ഓട്ടോ കിട്ടിയോ? എടി, നീ പറയുമ്പോ പെട്ടെന്ന് കിട്ടുന്നതാണോ ഓട്ടോ? എന്തോ ചെയ്യാനാന്ന്. ഗർഭിണി കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോണ്ടായോ? എടി, കുടുക്കമില്ലാത്തൊരു ഓട്ടോ വേണോന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ വേണ്ടായോ, കൊച്ചിനെ കൊണ്ടുപോകുന്നില്ലയോ? അങ്ങനെ ഒരു ഓട്ടോ എനിക്ക് കിട്ടിയായിരുന്നേ. ഞാൻ അവനെ അങ്ങ് പറഞ്ഞു വിട്ടു. അതെന്തോ കാര്യത്തിനാ? അല്ല, അവൻ ഏത് ആശുപത്രിയില്ല കൊണ്ടുപോകാൻ ചോദിച്ചപ്പോ എനിക്ക് പറയാൻ അറിയത്തില്ലായിരുന്നടി. ഓ, നിങ്ങൾക്ക് എന്നെ ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചുവിടായിരുന്നോ? ഞാൻ ആരും വിളിക്കത്തില്ല ഫോണ്. അതെന്താ? നീ അല്ലേടി പറഞ്ഞ സന്ധി കഴിഞ്ഞ ഒറ്റ പെണ്ണുങ്ങളെ ഫോൺ വിളിച്ചേക്കല്ലെന്ന്. ദൈവമേ, എനിക്ക് വയ്യ. ഇതൊരു കഷ്ടം. ഓട്ടം വിളിച്ചോണ്ട് വാ, ഞങ്ങൾ നടന്ന് ഈ വഴി വരെ എത്തിയെന്ന്. ചെയ്യാൻ ഈ ചെറുക്കൻ പുറകിനുണ്ടായിരുന്നില്ല. ഈ ചെറുക്കൻ എന്ത് ചെയ്ത്? ആനന്ദോ, 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 ഒന്ന് വേഗം വാടാ. കൈ അങ്ങ് കിട്ടത് ഉടനെ അവിടെ വേദന കൊച്ചെത്തിയടാ. അവള് ദൂരെ നടന്നു വരുന്നുണ്ട്. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, വയറ്റിൽ കുഞ്ഞുണ്ടല്ലോ. വയറ്റിനകത്തല്ലേടാ കുഞ്ഞ്? നീ നല്ലൊരു ഭർത്താവാണോടാ ഇന്ദ്രവനെ? ഞാൻ കല്യാണത്തിൽ നിന്ന് ഒരുങ്ങി അമ്മ കണ്ടില്ലായിരുന്നോ നല്ല ഭർത്താവായിരുന്നു. നീ വേണ്ടായോ കൊച്ചിനെയും കൂട്ടി ഇങ്ങോട്ട് വരാന്? അമ്മ, ഞാൻ അവളോട് വരുമായിരുന്നു. അവള് വരുന്ന അണ്ണൻ മുറുക്ക് തിന്നുകൊണ്ട് അവൾക്ക് ചെകുത്തക്കേട് വരുന്നു. അണ്ണൻ മുന്നേ നടന്നു അവള് പുറകെ വന്നേക്കാന്ന്. അവള് പറഞ്ഞതിനകത്ത് എന്തുവാടാ തെറ്റ്? ചവറ ടൈറ്റാനിയം വരെ ഇടയ്ക്ക് നിർത്തി വെക്കുന്ന ഞാൻ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇവന്റെ വായില ചവന്ന് നിർത്തും. അതെങ്ങനെ? പെണ്ണിനെ കാണാനെ നാട്ടുകാരും വീട്ടുകാരും പലഹാരം കൊണ്ടുവരും. അത് മൊത്തവും ഇരുന്നിരിപ്പിന് ഇവൻ അങ്ങ് തിന്ന് തീർക്കും. നീ സൂക്ഷിച്ചോ ആനന്ദ. ഈ കണക്കിനാണെങ്കിൽ കൊക്കപ്പുഴു നിന്റെ വയറ്റി ബേക്കറി എന്റെ ദൈവമേ, എന്തോ പറഞ്ഞാലും ഈ ചെറുക്കന് തീറ്റയുള്ളൂ. എടാ, അച്ചാച്ച ഓട്ടോയും കൊണ്ട് വന്നില്ലടാ. ഒരു കാര്യം ചെയ്യാവേ, ഇതുവഴി അങ്ങനെ ഓട്ടോ വരുവാന്നെ കൈ കാണിച്ച് കേറി പോകാം. ഇതിലെ സന്ധി കഴിഞ്ഞപ്പോ ഒരു എലി പോലും ഈ റോഡിൽ കൂടെ ക്രോസ് ചെയ്യത്തില്ല. ഇതിലാണ് ഓട്ടോ വരുന്നത്. അമ്മട്ടിയോട് പറഞ്ഞിട്ടില്ല അച്ചാച്ചനോട് പറയാൻ നമുക്കൊരു കാർ വാങ്ങിക്കാം. മക്കളെ, ഇന്നലെ ഞാൻ അച്ചാച്ചനോട് പറഞ്ഞു ഒരു കാർ മേടിക്കാമെന്ന്. അപ്പൊ അങ്ങേര് പറയാ ഇച്ചിരി പൈസ ഉണ്ടായിരുന്നു, അയാൾ അതിന് വീട് മേടിച്ചെന്ന്. അയ്യോ, അങ്ങനെ പറഞ്ഞേ. എന്റെ അച്ഛൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഓലക്കായ 10ന്റെ കാശ് അയാൾ കാണുന്നുണ്ടെങ്കിൽ വല്ല മ്യൂസിയത്തിലും പോയി നോക്കണം. നീ ഒരാണല്ലയോ, നിനക്കൊരു കാർ മേടിച്ചിട്ടായിരുന്നോ? എന്റെ പൈസ ഉണ്ടോ കാർ വാങ്ങിക്കാനും വേണ്ടി? എന്റെ പൈസ ഉണ്ടോ? എങ്ങനെ പൈസ ഇല്ലാത്ത ആരും കാർ മേടിക്കുന്നില്ലയോ? എങ്ങനെ കാർ വാങ്ങിക്കുന്നത്? ശീശിട്ട് മേടിക്കണമായിരുന്നടാ. ശീശയല്ല, ഷൂഷു. അമ്മ മാമനോട് ചോദിക്കത്തില്ലായിരുന്നു കാർ ഇട്ട് തരാൻ വേണ്ടി? ഞാൻ അവരോട് മിണ്ടത്തൊന്നുമില്ലല്ലോ. എന്താ കാരണം? അവര് കാർ മേടിച്ച തന്നെ കാരണം. അതുകൊണ്ട് വണ്ടി വരുന്നത് അച്ഛനായിരിക്കണേ. ഓ, വണ്ടി എങ്ങനാടാ നിന്റെ അച്ഛനാവുന്നത്? അയ്യോ, ആ കൗണ്ടറിൽ തന്നെ ആ വണ്ടി അങ്ങ് വളവ് തിരിഞ്ഞ് അങ്ങ് പോയി. ആശുപത്രിയിലാക്കോ പെണ്ണിനെ? അവിടുത്തെ എല്ലാ കാര്യവും നീ നോക്കിക്കോളാം. എല്ലാ കാര്യം നോക്കാം, അവിടെ സൂപ്രണ്ടുണ്ട്. ഞാനെന്താ പറഞ്ഞത്? എടാ, രക്തം വേണമെങ്കിൽ കൊടുക്കണം. രക്തമൊക്കെ ഞാൻ കൊടുക്കാം. എനിക്ക് ഫ്രൂട്ടിയും ബിസ്ക്കറ്റും ഒക്കെ കിട്ടുമല്ലോ. അല്ല, നിന്റെ ഗ്രൂപ്പ് ഏതാടാ? നിന്റെ ശാഗന്തി. നിന്റെ രക്തഗ്രൂപ്പ് ഏതാന്ന്? എന്റെ രക്തഗ്രൂപ്പ് ഓ പോസിറ്റീവ്. സ്വഭാവം വെച്ച് നെഗറ്റീവ് ആയിരിക്കണമായിരുന്നു. നെഗറ്റീവ്. അമ്മച്ചി ഒറ്റ എടുത്ത് കാരണം അവർക്ക് ഈ ഗതി ഉണ്ടായത്. എന്റെ ദൈവമേ, നിന്റെ ഭാര്യ ഗർഭിണിയാവുന്ന ഞാൻ കാരണം വന്നടാ. അമ്മ, പണയം വെച്ച മാല എന്തിനാ എടുത്തു കൊടുത്തത്? പണയം വെച്ച മാലയും നിന്റെ ഭാര്യയുടെ ഗർഭവും തമ്മിൽ എന്തുകൊണ്ടാ ബന്ധം? അതെടുത്ത് കൊടുത്തില്ലായിരുന്നു, അവള് പണങ്ങി വീട്ടിൽ പോയി നിന്നേനായിരുന്നു. പെണ്ണെന്തിയാടാ പെണ്ണ്? ഓട് വരുന്നു. പിന്നെ പെട്ടെന്ന് വരാനായിട്ട് എന്റെ അമ്മ നമ്മുടെ താലികെട്ടല്ലേ ഇവിടെ നടക്കുന്നത്. അങ്ങോട്ടേക്ക് ചുമ്മാ ഒന്നാതെ എന്റെ നക്ഷത്രം പോലെ എന്റെ കെട്ടിയോ നിൽക്കുമ്പോഴേ അതേമേ നടക്കണേ. വിടർന്നല്ലോ. അവൾ അമ്മയെ കുറ്റപ്പെടുത്തിയതാ. അമ്മയെ കുറ്റപ്പെടുത്തിയതാ. അയ്യോ അയ്യോ, ഞാനിപ്പ പെറുമേ.
നാട്ടുകാരങ്ങനെ കേറി വന്ന് നാട്ടുകാരോട് നമ്മൾ എന്താ പറയും നമ്മള്? നാട്ടുകാർ വരുമ്പോ ഞാൻ പറയും ഇവളെന്റെ ഭാര്യ അകത്ത് കിടക്കുന്ന എന്റെ കുഞ്ഞാന്ന്. കൈയടിക്കണം, എല്ലാരും കൈയടിക്കണം. അടുത്ത ദേശീയവാദിലുള്ള കാര്യം ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണം. അതിനാണ് നമ്മള് പോവാനേലും. അമ്മേ അമ്മേ നേരം വെളുക്കുമ്പോ ഞാൻ കേൾക്കും കുമ്മേ 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 കുമ്മേ. എനിക്ക് വയ്യ, എനിക്ക് അടുത്ത് നിന്നാലും ഉള്ള കലർച്ചയായി. എന്തുവാ വേണ്ടേ നിനക്ക്? എന്താ അമ്മേ? എന്താ അവള് പറഞ്ഞത്? എല്ലാക്കിണ്ടാറും നിനക്ക് അറിയണം കേട്ടോ. ഇത് പുരുഷന്മാരെ അറിയേണ്ടത് ഞങ്ങൾ സ്ത്രീകൾ തമ്മിലുള്ള രഹസ്യമാണ്. എന്ന് പറഞ്ഞാൽ വയറ്റിൽ കിടക്കുന്ന ഞാൻ കൊറിയർ അയച്ചു കൊടുത്തേല്ലേ? നീ കൊറിയർ അയച്ചു തന്നേനോടെ? അന്നേരം പറഞ്ഞ കണ്ണ് വിജയത്തോളം എനിക്ക് വേണ്ട 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 വേണ്ടെന്ന് പറഞ്ഞത്. അമ്മക്ക് അറിയാൻ മേത്തോണ്ട 24 മണിക്കൂർ ഇയാൾ എന്നെ കുറ്റപ്പെടുത്തും. പണ്ടുപോലെ അവൾക്ക് അവനൊക്കെ അങ്ങനെ ശീലം. എന്തുവാ മുറ്റത്താ എടുക്കുന്നത്? അയ്യോ ഇത് അതിനേക്കാളും വലിയ വള്ളി. മുറ്റത്ത് പെടുക്കുന്ന കാര്യമാണോ പറഞ്ഞത്? എന്നെ അങ്ങ് കുറ്റപ്പെടുത്തുമെന്ന്. എന്തിനാടാ നീ അവളെ കുറ്റപ്പെടുത്തുന്നത്? എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും? മിനിഞ്ഞാന്ന് വെളുപ്പിനെ ഇവളെന്റെ മൊബൈൽ എറിഞ്ഞ് പൊട്ടിച്ചപ്പോ എന്തിനാന്ന് ചോദിക്കും. എന്തിനാണ് നീ അവന്റെ മൊബൈൽ തല്ലി പൊട്ടിച്ചത്? എങ്ങനെ പൊട്ടിക്കായിരിക്കും? രാത്രി മുഴുവൻ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് വയറിന് വേദന വന്നപ്പോ ഞാൻ പറഞ്ഞു എന്റെ വയറൊന്ന് തടവി തരാൻ പറഞ്ഞമ്മേ. ഞാൻ തടവി കൊടുത്തു. നേരം വിളക്കത്തിന് വരെ തടവി കൊടുത്തമ്മേ ഇവൾക്ക്. എന്നിട്ട് എന്തിനാണ് തല്ലി പൊട്ടിച്ചത്? മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്ന അവിടെ അടുത്ത് കിടന്ന തലയിലിട്ട് തടങ്ങുമായിരുന്നു ഇയാള്. തലയിലിട്ടില്ല തടവിയത് ആണോ? ആണോ ആണോ? നീ മിടിക്കുക നീ. ഞാൻ ആരെന്നുണ്ടെങ്കിൽ മൊബൈലല്ല അവന്റെ തലയാണ് എറിഞ്ഞ് ഞാൻ പൊട്ടിച്ചാനേ. ഞാൻ എന്തോട് പോടി നീ? ഇവിടുന്ന് ഒരു കല്ലിളക്കി തരാം. ഈയടാ അടിച്ച തല അങ്ങ് പൊട്ടിക്ക്. അത് ചുട്ടുവച്ചേക്കുന്ന കശുവണ്ടിയല്ല എന്റെ ചെറുക്കനാ. ഇത് പറയാൻ നിനക്ക് ഒരു കുരു ഇല്ല. നിനക്ക് അയ്യോ അയ്യോ എന്താടി? അയ്യോ. എന്താടി? ഞാനിപ്പോ പെറുമേ. എനിക്ക് വയ്യ. തണ്ടിന്റെ ഇടയ്ക്കട്ടെ ഞാൻ കിടന്നങ്ങ് വലയും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്താ തപ്പോടാ നീ? എനിക്ക് തെറ്റാണ്. എനിക്ക് വിശന്നിട്ട് പൊട്ടിക്കരുത്. എന്താ? അത് പൊട്ടിക്കരുതെന്നാ പറഞ്ഞത്. എന്തുവാ? അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ബോംബായിരിക്കും. അതാ ഞാൻ പറഞ്ഞു. കൊച്ചിനെ ആശുപത്രി വെച്ച് കൊണ്ട് തിന്നാനുള്ളത്. എനിക്ക് അതിന്റെ ഇടയ്ക്കിടന്ന് ഞാൻ വലത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഏട്ടാ പെണ്ണ് പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ നീ ഗൾഫിന് പോക്കണം. എന്ന് പറഞ്ഞാൽ അവിടെ വയറ്റിൽ നിന്ന് വരുന്ന അറബിയാണ് എന്നെ കൊണ്ടുപോകാൻ. അറബിന്ന് വിളിച്ച് നീ മിണ്ടാതെ എന്റെ പൊന്നുമാളാ. ഞാൻ പറയട്ടെ, ഡേറ്റ് എന്നാടാ? എല്ലാ ഡേറ്റ് ഇല്ലാത്തത് ഡേറ്റ് എന്നാന്ന് എന്നറിയ ഡോക്ടറെ ഡേറ്റിന്റെ കാര്യം പറഞ്ഞേ. അയ്യോ എനിക്ക് അറിയത്തില്ല അണ്ണ. നമ്മളന്ന് പോയപ്പോ നിന്റെ ഒരു കൂട്ടുകാരനില്ലായിരുന്നു സ്കൂളിൽ പഠിച്ചിട്ട് മണങ്ങം വന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. അതെന്നായിരുന്നു? അത് 25-ാം തീയതി. അത് എന്നോട് സംശയിക്കുവാനാ. നീ ഭർത്താക്കന്മാരാകുമ്പോ ഇങ്ങനെ ചാടി കടിക്കരുത്. പ്രത്യേകിച്ച് ഒരു ഗർഭിണീനെ എടുത്ത് നമ്മള് സ്നേഹം കൊടുക്കണം. നീ കേട്ടിട്ടില്ലയോ? ഭാര്യമാർക്ക് ആ സ്നേഹം കൊടുക്കുമ്പോ പ്രസവവേദന അവരങ്ങ് മറക്കും. ലേബറിൽ വിട്ടിട്ട് കയറ്റുമ്പോ അണ്ണൻ വന്ന് എന്റെ കവളത്തൊരു ഉമ്മ തരുവാ അണ്ണ. എന്നാത്തിന്? എനിക്ക് വേദന അങ്ങ് മറക്കാനാ. അങ്ങനെ വേദന മറക്കാൻ വേണ്ടി ഞാൻ ആനന്ദനല്ല, അനശേഷിയല്ല. മര്യാദക്ക് ഇന്നെന്താ നാളാടാ? ഇന്ന് ഉത്രട്ടാതി പൂര 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 പൂരമല്ലോ. രേവതി എന്ന് രേവതി നാളെ. എന്തുവായാലും സാരമില്ല. ചില നാളുകൾ നല്ലതാണ്. നിങ്ങൾക്ക് നമ്മുടെ അച്ചാച്ചന്റെ നാളെന്തുവാന്നറിയാം? അച്ചാച്ചന്റെ നാളെന്താ? ഉത്രട്ടാതിയാ ഞങ്ങളുടെ അച്ചാച്ചന്റെ നാളെ. ഇടി കൊച്ചേ അമ്മായിയമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഉത്രട്ടാതി വള്ളംകളിയുടെ അന്ന് പമ്പയാറ്റി ആദ്യ തുഴ ഊന്നിയപ്പോഴാ ഇവന്റെ അച്ചാച്ചനുണ്ടായത്. പമ്പയാറ്റിലെ കൊമളയായിരുന്നു എന്റെ അച്ഛൻ. അതുപോലത്തെ നല്ല നാളാണ്. അതുപോലത്തെ നല്ല നാളാ. ഇതിന്റെ ഒരാവശ്യവും ഇല്ലായിരുന്നു എന്റെ പൊന്നുവച്ച. ഇതിന്റെ ഒരാവശ്യവും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ ഇത് ഞാൻ അങ്ങ് നോക്കിക്കോളാമെന്ന്. എന്താ പ്രസവം ഞാൻ എടുത്തേനല്ലോടാ. എന്താ എന്റെ അമ്മച്ചി ബാങ്കിൽ പോയി വിരൽ പതിപ്പിച്ച് തൊഴിലുറപ്പിന്റെ പൈസ എടുക്കുന്ന പോലെ അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സാധനമല്ലത്. അത് നിനക്ക് അറിയാത്തത് കൊണ്ടാ. എടി കൊച്ചാ ഇപ്പോഴത്തെ കാലത്താ പെണ്ണുങ്ങൾ എന്തോ കാര്യത്തിന് അങ്ങോട്ട് ആശുപത്രി തല്ലുന്നത്. ഇതാകുമ്പം കുറെ പൈസ പൊടിക്കാം. ഏതാ സ്കാനിങ് കൂനിങ് മറ്റേതാ മറിച്ചത്. ഞങ്ങളുടെ കാലത്ത് ആഞ്ഞിലിച്ചക്ക തിന്നിട്ട് കുരു തുപ്പുന്നത് പോലെയുള്ളായിരുന്നു പ്രസവം. എന്നെ അങ്ങനെ തുപ്പി എടുത്താന്നോ? പക്ഷേ ഈ പ്രസവം എന്ന് പറയുന്ന ഒരു രോഗമല്ല, അതൊരവസ്ഥയാ. അങ്ങോട്ട് പറ. എങ്ങോട്ട് പറഞ്ഞാലും സാരമില്ല. ഇത് ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ രണ്ട് പാത്രം ആക്കിയത്. രണ്ട് പാത്രത്തിലാക്കാൻ വേണ്ടി. ഇതെന്റെ ഭാര്യ, ഇതെന്റെ കുഞ്ഞു അല്ല, കപ്പയും മെങ്കറി അല്ല. രണ്ട് പാത്രത്തിലാക്കാൻ വേണ്ടി. കല്യാണം നിന്റെ നിളപ്പ്. അത് ഈ രാധാമണിയെ നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. ഒരുമാതിരിപ്പെട്ട എല്ലാ പെണ്ണുങ്ങളുടെയും പേറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട്. മാത്രമല്ല ചോര കുഞ്ഞുങ്ങളെ എങ്ങനെ പരിചരിക്കണമെന്ന് ഈ രാധാമണിക്ക് വൃത്തിയായിട്ട് അറിയാം. അയ്യോ അയ്യോ ഞാനിപ്പോ പെറുമേ. നിനക്കേ കഴിക്കാൻ വല്ലതും വേണോ നിനക്ക്? ഓ എനിക്കൊന്നും വേണ്ട. വേദന 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 വേദന. എന്താടാ നിനക്ക്? എന്താ പോടാ നീ? എന്താ പോ നീ? വീട്ടിൽ നിന്ന് തിന്ന ചല്ലിയോടാ നീ വന്നത്. വീട്ടിൽ നീ തിന്ന ചല്ലിയ വന്നത്. കൈയിട്ടപ്പോഴാണ് വേദന വേദന. എനിക്ക് വിശന്നിരിക്കാം. എനിക്ക് വിശന്ന് കഴിക്കാൻ പറ്റും. എനിക്ക് കണ്ടു കാണത്തില്ല. എനിക്കറിയാം നിനക്ക് കണ്ണും കാണത്തില്ല, ഒന്നും കാണത്തില്ല. നിങ്ങൾ ചോറ് ശരിയാ കൊച്ചിന് ആശുപത്രി കൊണ്ടുപോകുമ്പോ ഇച്ചിരി കൊടുക്കാനുള്ള ചോറേ ഉള്ളൂ. എനിക്ക് വിശക്കുന്നത്. എനിക്ക് ചോറ് കാണാനാ പറഞ്ഞത്. ജമ എടുത്തങ്ങ് കൊടുക്ക്. അങ്ങനെ കുറച്ചു നേരം ഉണ്ടായിരിക്കുമല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് സമാധാനം ഉണ്ടോ?
തിന്നടാ. 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 തിന്നടാ നീ. തിന്ന നീ. മീൻകറി കിട്ടിയേ. മീൻകറിയില്ല. മീൻകറിയില്ല. അണ്ണാ ഒരു കാര്യം ചെയ്യ്. ഓംലെറ്റ് താ. നീ തട്ടുകട വന്നേ കൊന്നടാ സന്ധിക്ക്. ആണടാ. വേലക്കെടുത്ത് വെച്ച് അണ്ണാടാ അഹങ്കാരി. വെള്ളം തന്നു. അതോടാ തോട്ട് കിടക്കുന്നു കോഴി കൂടി. ആ മീൻ വായിക്കാത്ത കയറി അല്ലേ കുടിക്കാനേ. അമ്മ എനിക്കൊരു തമ്മ കപ്പലിന്റെ ഇത് കപ്പലിന്റെ അല്ല, നീ ഇത് അയൺ ഗുളികയാണ്. അയൺ ഗുളിക അതെന്തിനാ? എടാ പെണ്ണിന്റെ ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം ഉണ്ടാവാൻ അയൺ ഗുളിക. അതെന്തിനാടി? വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്ന പൊന്നിന്റെ അംശമോ എന്റെ ശരീരത്തില്ല, കുറച്ച് ഇരുമ്പിന്റെ അംശമെങ്കിലും എന്റെ കുഞ്ഞിനുണ്ടായിക്കോട്ടെ. ഞാൻ ഇവിടെ ഇരിക്കെ. വേദന ഇപ്പൊ കുറവുണ്ട്. ആ ഇപ്പൊ ഇച്ചിരി ആശ്വാസം, നമുക്ക് പോകാം. ഒരു തച്ചിന് അവിടുന്ന് ഇങ്ങോട്ടോ ഒരു തച്ചിന് ഇവിടുന്ന് അങ്ങോട്ടോ എന്നെ ഇട്ട് തലക്കാനെ കൊണ്ട് ഇതിന്റെയൊക്കെ ഇടയിൽ എന്റെ തല അങ്ങ് പോയാൽ മതിയായിരുന്നു. എന്റെ ദൈവം എന്നാ കുടിയടാ. അച്ഛനെ കണ്ടില്ല. ഒരു കാര്യം ചെയ്യാം, അച്ഛൻ വരുവാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓട്ടെ തിരിച്ചങ്ങ് പോകാം. അച്ഛൻ വരും. എന്റെ കൊച്ചിന്റെ 1ാമത്തെ ബർത്ത്ഡേ നടന്നു. നീ കുറ്റം പറയില്ല കേട്ടോ, ഗർഭിണിയാ ഞാൻ നോക്കത്തില്ല. അമ്മച്ചേ എന്താടാ കുറച്ചേരം വീട്ടിൽ കിടക്കട്ടെ. ഓ കിടക്ക്. അത് കൊള്ളാം. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഇരിക്കുമ്പോഴാണ് നീ മലക്കാൻ പോകുന്നത്. എനിക്ക് കിടന്ന് ഉറങ്ങണം. എനിക്ക് തിന്നു കഴിഞ്ഞാൽ ഉറക്കം വരും. എനിക്ക് ഉറങ്ങണം കിടന്ന് എനിക്ക്. ഞങ്ങളെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലും ഇവിടെ കാര്യം അങ്ങ് പൊട്ടെന്ന് നോക്കാം. ഞാനോ അയ്യോ പിന്നെ നിങ്ങളെ തട്ടിക്കൊണ്ട് വരാൻ ആളിലും വരുന്ന എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ മതി. ഞാൻ വെരട്ടി ഓടിക്കാൻ ഞാൻ കുറച്ചേരം ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോകാൻ പറ്റും. ആ ഗ്യാസിന്റെ അങ്ങണ്ടായിരുന്നു വെച്ചാൽ നീ കിടന്ന് വെപ്രാളപ്പെട്ടത്. എനിക്കിപ്പോ നല്ല ആശ്വാസം, നമുക്ക് വീട്ടിൽ പോകാമേ. എനിക്ക് അങ്ങോട്ട് നോക്കട്ടെ, 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. നരക്കല്ലേ എനിക്ക് ഉറക്കം വരുന്നു. ഓ ഉത്തരവേ കാര്യമുണ്ടായിരുന്നു. ഒരു കാര്യമില്ല. എന്നോടാണോടി പറയുന്നത്? ഞാൻ നേരെ പറഞ്ഞാ എനിക്ക് ആ സീരിയൽ കാണാനായിരുന്നോടി. അയ്യോ തുടങ്ങിയ കൊച്ചേ വേദന. അയ്യോ അയ്യോ അണ്ണൻ. എന്തുവാടാ? എനിക്ക് വയ്യ. നോക്കി നിൽക്കാതെ ഓടാ വിളിക്കണല്ലേ. എനിക്കറിയത്തില്ല. അവന്റെ വായിക്കാത്ത തോർത്തൊന്ന് കേട്ടു. ഞാൻ ഇന്ന് മിണ്ടട്ടെ. ഹലോ കുട്ടച്ചേട്ടാ, പെട്ടെന്ന് ഓട്ടോമായിട്ട് ഇങ്ങോട്ട് വായോ. എനിക്ക് വയ്യായേ. എന്റെ മരുമോള് പ്രസവിച്ചോടി? ഇല്ല, നമ്മുടെ മോനിപ്പോ വെറും. എന്തുവാ കൊച്ചിന് പേരിടുന്നേ? ഒരു പുഴുങ്ങിയ തന്ന കൊച്ചിന്റെ പേര് ഗ്യാസ് ട്രബിൾ വെച്ചിട്ട് പോവുക. അയ്യോ അയ്യോ എന്താടാ? ഞാനിപ്പോ ചാവുമേ. അണ്ണാ നല്ല ഗംഭീര സ്കിറ്റ് ആയിരുന്നു. ഒരു നല്ല കൈഡി ഷാജോൻ ചേട്ടാ. മനോജേ, സുമി, രാജമോൻ, കലക്കം സ്കിറ്റായിരുന്നു. എന്റെ പൊന്നോ, തുടങ്ങിയിട്ട് ഇത് നിങ്ങൾ ഇത് എങ്ങോട്ടാ പോകുന്നെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. എന്തൊരു പോക്കാ പോയത്. സുമി അടിപൊളിയായിരുന്നു. സുമി വന്നൊരു തുടക്കം അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ, ഒരു വെടിക്കെട്ടിനൊക്കെ തിരി കൊടുക്കുന്ന പോലായിരുന്നു. നമ്മൾ വേറെ എങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ ഇങ്ങനെ സ്റ്റേജിൽ തന്നെ നോക്കി അങ്ങ് നിൽക്കുകയാണ്. അതിൻ്റെ പുറകെ മനോജ് വരുന്നു. മനോജ് ആ ക്യാരക്ടർ പിടിച്ച മനോജ് അടിപൊളിയായിരുന്നു കേട്ടോ. മനോജ് ഒരു അനുഗ്രഹീത കലാകാരനാണ്. കാരണം മനോജ് ഓരോ ക്യാരക്ടറായിട്ട് വരുമ്പോൾ നമ്മൾ ആ വ്യക്തിനെ അങ്ങ് കാണുകയാണ്. രാജമോനെ കലക്കിയായിട്ട് രാജമോനെ അടിപൊളിയായിരുന്നു. രാജമോൻ അവരോടൊപ്പം നിന്നു. ഒരു സ്ഥലത്ത് പോലും ഡൗൺ ആവാതെ രാജമോൻ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. 3 പേരും തകർത്ത്. ഒരുപാട് തമാശകളുണ്ടായിരുന്നു. ഇനി ഇതിലും ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരണം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഗംഭീരമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. കാര്യം ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മൊത്തം സ്ത്രീകളാണ് നമ്മുടെ പ്രേക്ഷകർ. അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയത്. കാര്യം അവരുമായിട്ട് ബന്ധപ്പെട്ടൊരു മാറ്ററാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇത്രയും നല്ലൊരു അമ്മായിയമ്മ കേട്ടോ. സാധാരണ ഇങ്ങനത്തെ അമ്മായിമ്മമാരെ റയറായിട്ടാണ് കിട്ടുന്നത്. മരുമോളെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്, സ്വന്തം മോനെ ഇച്ചിരി താത്തി പറയുന്ന ഒരു അമ്മായിമ്മ ആദ്യമായിട്ട്. അത്ര മഹത്തരമായൊരു മോനാണ്. അത്ര മഹത്തരമായൊരു മോനെയാണ് കിട്ടിയത്. അതേപോലെ മനോജിൻ്റെ ആ വരവും ആ കോസ്റ്റ്യൂമും അപ്പം തന്നെ മനസ്സിലാകും ഇയാൾ ആവശ്യമില്ലാതെ കല്യാണം കഴിച്ചതാണ്. ഭയങ്കര രസമായിട്ടുള്ളൊരു സബ്ജക്റ്റ് കേട്ടോ. നല്ല നാടൻ ഒരു സ്കിറ്റെന്ന് വേണേൽ പറയാം. ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ലൈഫായിട്ട് ഫീൽ ചെയ്തു. പിന്നെ സുമി കേട്ടോ, സുമി ഒരു രക്ഷയില്ല. സുമി നമ്മളെല്ലാവരും എല്ലാ എപ്പിസോഡിലും സുമിയുടെ ഓരോരോ മാറ്റങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സുമി ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ എപ്പിസോഡ് കഴിയും തോറും ബെറ്ററായിട്ട് കയറി വരികയാണ്. സുമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് പ്രായത്തിലുള്ള ക്യാരക്ടർ ആണെങ്കിലും അത് കറക്റ്റ് ആണെന്നുള്ള ആ ബോഡി ലാംഗ്വേജ് പിടിക്കുന്നതും. ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭാര്യ, മോളാണെങ്കിൽ മോള്, കാമുകിയാണെങ്കിൽ കാമുകി, അമ്മയാണെങ്കിൽ അമ്മ, ഏത് ക്യാരക്ടറായിട്ട് വന്നാലും ആ കോസ്റ്റ്യൂമിലും സുമി ആപ്റ്റാണ്, ആ ഒരു ഗെറ്റപ്പിലും സുമി ആപ്റ്റാണ്. അതിനനുസരിച്ചുള്ള ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. സുമി അടിപൊളിയായിരുന്നു. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല സ്കിറ്റുകൾ നല്ല സമയമെടുത്തിരുന്ന് നല്ലപോലെ ആലോചിച്ച് നമ്മുടെ വേദിയിലേക്ക് കൊണ്ടുവരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പ്രചോദേട്ടാ, പൊളിച്ചടിക്കിയ സ്കിറ്റായിരുന്നു, പൊള്ളിയായിരുന്നു.
കാരണം നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ ഒരു 3 പേര് വന്ന് കോമ്പിനേഷൻ ആകാൻ ചില സ്ഥാനത്ത് ചെറിയ പോരായ്മകൾ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇത് അങ്ങനെ ഒരു പോരായ്മ ഇല്ലാതെ 3 പേരും സ്വയം മറന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ പറഞ്ഞു തീർക്കാവുന്നൊരു കഥയാണ്. ഇവർ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് തീർക്കാം. പക്ഷെ നിങ്ങൾ അതിനെ മാറ്റി വേറൊരു സ്ഥലത്ത് ഒരു ജംഗ്ഷനിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തു, ഒരു ഓട്ടക്കാരനെ വിളിക്കുന്നു. ഈ ഓട്ടക്കാരൻ്റെ ഗ്യാപ്പിലാണ് ഈ സംഭവം മുഴുവൻ നടക്കുന്നത്. എൻ്റെ മനോജ ഒരു രക്ഷയില്ല. നിങ്ങൾ കേട്ടോ, നിങ്ങൾ ഒരു രക്ഷയില്ലാത്ത ആർട്ടിസ്റ്റാണ്. കാരണം നിങ്ങളൊരു ക്ലാസ് നമുക്ക് കാണാനുണ്ട്. സുമി, നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമറാണ്. ഏത് പക്ഷേ ഷാജൻ നസീർക്കൊക്കെ പറഞ്ഞ പോലെ ഏത് ക്യാരക്ടർ ഏൽപ്പിച്ചാലും അതിൽ 100% നീതി പുലർത്താമെന്ന് പറയും. ചോറും പോതി കഴിച്ചു കൊടുക്കുന്ന സീനൊക്കെ ഗംഭീരമായിട്ടാണ് സുമി ചെയ്ത്. കാര്യം അതൊരു നമുക്ക് വേണേൽ അതിട്ടിട്ട് അടുത്തേക്ക് പോകാം. പക്ഷെ അത് ഒഴിച്ചു വെച്ചിട്ട് ഇങ്ങനെ വെള്ളം കൊടുക്കുന്നത് അതൊക്കെ ഒരു ഭയങ്കര ലൈഫാണ്. അത് നമുക്കൊരിക്കലും പഠിച്ച് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ആ സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യുന്ന. അതുപോലെ രാജിമോനെ ഞാനിപ്പോൾ പെറുവേ അതൊരു മിക്കവാറും വൈറലാകുന്നൊരു കണ്ടന്റാണ്. കാര്യം ഈ ഒരു ഗർഭിണിയായ സ്ത്രീകൾ പോലും ഇങ്ങനെ രാജ്മോൻ ഒന്നുകൊണ്ടൊന്ന് പറഞ്ഞു. ഞാനിപ്പോ പെറുമേ അത് മനോഹരനാണ് ഇങ്ങനെ മനോജിന്റെ പരിപാടിയാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലായി. അടിപൊളി രാജീവനെ ഉഗ്രം പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു പ്രതിഭേട്ടാ. അപ്പോ കയ്യോടെ മാർക്സ് നസീർക്ക. ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല. ഒരു 23,000 രൂപ. ഈ എപ്പിസോഡ് വേറെ അല്ലേ, 23,000 രൂപ. പ്രചോദേട്ടാ എന്നാ ഞാനും കുറയ്ക്കുന്നില്ല. ഞാനൊരു 25 രൂപ കൊടുത്തു. അടിപൊളി. 48,000 രൂപയായിട്ടുണ്ട്. ഷാജൻ ചേട്ടാ തീർച്ചയായിട്ടും പെറുമേ ടോട്ടൽ എമൗണ്ട് സിൽവർ പഞ്ച്. അടുത്ത സിൽവർ പഞ്ച്. അടിപൊളി. ഓയ് പറയൂ. ഈ കണ്ടന്റ് സുമി പറഞ്ഞ കണ്ടന്റ് അടിപൊളി ആണോ? സുമിക്ക് അത് പരിചിതമായൊരു കണ്ടന്റാണ്. സുമി ആ കണ്ടന്റ് പറഞ്ഞപ്പോഴേ നമ്മൾ അതിനെ അങ്ങ് മനസ്സിൽ കണ്ടത്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റി. പിന്നെ രാജുമോൻ നമ്മുടെ കൂടി ഇപ്പോൾ രാജുമോനൊരു സന്തോഷമുണ്ട്, അല്ലെങ്കിൽ ഒരു പേടിയുണ്ട്. അപ്പം നല്ല മോട്ടിവേഷനും കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അല്ല സുമിയുടെ കണ്ടന്റാണ്. ദൈവം സഹായിച്ച് ഇത്രയും വരെ ചെയ്യാൻ പറ്റി. നല്ല സന്തോഷം. അടിപൊളി. സുമി, ഞാൻ പറയുമായിരുന്നു ഞങ്ങളുടെ അടുത്ത് മാവേലിക്കൽ ഇതുപോലൊരു അമ്മച്ചിയുണ്ട്. വീട്ടിൽ നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള കാര്യങ്ങൾ മുഴുവൻ എല്ലായിടത്തും അറിയാം. ഞാണോ സംസാരിക്കുന്നത്? അങ്ങനെ ആ അമ്മച്ചിയെ കാണാൻ പറ്റി. അമ്മച്ചിയുടെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞു. അല്ല, എനിക്ക് പൊതുവേ വരുന്നൊരു കമന്റ് ആണ് ഈ അലർച്ച. സത്യം പറഞ്ഞാൽ എന്റെ എനർജി ആ അലർച്ചയിലായിരിക്കുന്നത്. ചിലർക്കൊക്കെ ആരോഗ്യത്വമാകുന്നു, പക്ഷെ എന്റെ ജീവിതമാർഗം ആയതുകൊണ്ട് എനിക്ക് അതൊരിക്കലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ കളിക്കുന്നത് കേട്ടോ. അമ്മച്ചി ഉണ്ടായിരുന്നു. പിന്നെ മനോജേട്ടൻ്റെ ടീമിൽ വന്നപ്പോൾ മുതൽ എനിക്ക് നല്ല സെൽഫ് കോൺഫിഡൻസ് ലെവൽ കൂടിയിട്ടുണ്ട്. പിന്നെ മനോജേട്ടൻ്റെ ട്രെയിനിങ്, മോഡുലേഷന് കാര്യങ്ങളെല്ലാം മനോജേട്ടൻ പറഞ്ഞു തരും, അങ്ങനെ പഠിക്കുന്നതൊക്കെ. രാജേട്ടന് നല്ല സപ്പോർട്ടായിരുന്നു. താങ്ക് യു സുമി. രാജിമോനെ, ഇത് എത്രാമത്തെ സിൽവർ പഞ്ച് രാജിമോന്റെ? എന്റെ ആദ്യത്തെ. അടിപൊളി. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം. ആദ്യത്തെ സിൽവർ പഞ്ച്. ഇനി ഇതൊരു ശീലമാവട്ടെ ഇവരെ രണ്ടുപേരെയും പോലെ അല്ലേ? അപ്പൊ ഒരു നല്ല കൈഡി ഇവർക്ക് ഒരിക്കൽ കൂടെ. അപ്പൊ അടുത്ത സ്കിറ്റിൽ കാണാം. ശരി, ഞാനിപ്പോ പെറുമേ. ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ശ്രീജുണ്ട്, ശ്രീ ഉണ്ട്, സൈചേട്ടനുണ്ട്. വെൽക്കം. ഹലോ എന്നാടാ മിനിമോളെ, നീ ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്തെ? എടാ, ഇവിടെ എന്തോ ഒരു തിരക്കാന്ന് നിനക്ക് അറിയാവോ? എന്തോ തന്നെ തിരക്ക്? അപ്പൊ അളിയനായിട്ട് നീ ഈ കാര്യമൊന്നും അറിഞ്ഞില്ലയോ? എന്ത് കാര്യം? എടാ, നിന്റെ അളിയൻ 90 ദിവസം ഡി അഡിക്ഷൻ സെന്ററിൽ കിടന്നിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് ഇന്ന് വീട്ടിലോട്ട് വരുവാ. അതിന്റെ സന്തോഷത്തിലാ ഞാന്. ആഹാ, അപ്പൊ ഇന്ന് എന്താ സ്പെഷ്യൽ? എന്തുവാ? ഒരുപാട് സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട് മോനെ. കപ്പ, മീൻകറി, ഇറച്ചി, ഇതൊന്നും പോരാഞ്ഞിട്ട് നല്ല 1-ാം തരം നാരങ്ങാച്ചാറ്, മാങ്ങാച്ചാറ്, മീനച്ചാറ്, ഓ എല്ലാം. നീ ടച്ചിങ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വീണ്ടും അങ്ങനെ കുടിപ്പിക്കാനുള്ള പരിപാടിയാണോ? ചുമ്മാ ഇരുന്നേ നീ. അതിനൊന്നും അല്ല, ഇതൊക്കെ എന്റെ ചേട്ടന് ഇഷ്ടമുള്ള സാധനങ്ങളാ. ആണോ? മിനിമോളെ. എടാ, ചേട്ടൻ വന്നെന്ന് തോന്നടാ, ഞാൻ വിളിക്കാം. ഓ ശരി. ചില്ലന്തപ്പിൽ ചിന്നി ചിന്നി കണ്ണും ചിമ്മുന്നേ. 89 ദിവസത്തെ ഡി അഡിക്ഷൻ സെന്ററിലെ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. 90 ദിവസമല്ലേ? ആ വാക്കിന് മിണ്ടരുത്. 89 കഴിഞ്ഞാൽ 91. ആ പറഞ്ഞ വാക്കൊക്കെ അങ്ങ് പാറില്ല. അതുപോലെ 59 കഴിഞ്ഞാൽ 61. മറ്റതില്ല. അപ്പൊ 60
ഇല്ലേ? പറയില്ലല്ലോ ഞാൻ. ഇനി എന്റെ ജീവിതത്തിൽ ഈ രണ്ട് വാക്കും ഇല്ല. ഇതാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്. എന്റെ ദൈവമേ, എനിക്ക് പുതിയൊരു ഭർത്താവിനെ കിട്ടി. ഞാനൊന്ന് മാറി നിന്നപ്പോ പുതിയ ബന്ധമൊക്കെ ആയില്ലേ? അയ്യോ അയ്യോ, അതല്ല ഞാൻ പറഞ്ഞേ. നിങ്ങളെ തന്നെ ഞാൻ പറഞ്ഞേ. എന്നെ തന്നെ? ചേട്ടനെ തന്നെ. അല്ല, ഇതെന്തുവാ? ട്രോഫിയോ? മൃദംഗ വായനയ്ക്ക് 1ാം സമ്മാനം കിട്ടിയ എന്റെ ട്രോഫി പിടിച്ചോ. കലാപരിപാടി ഉണ്ടായിരുന്നു അവിടെ? ഇല്ല, കൈവറയിൽ മൃദംഗം എടുത്ത് വെച്ചത് 3 ദിവസം ഒരേ ഇരുന്ന് അടിപ്പടിച്ച് അതിന് കിട്ടിയ 1ാം സമ്മാനം. എന്തുവായാലും എന്റെ ചേട്ടാ, എനിക്ക് സന്തോഷമായി. അല്ല ചേട്ടാ, അവിടെ ഈ ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനായിരുന്നു? രാവിലെ ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ എഴുന്നേക്കണം. കട്ടൻ ചായ തരും. അത് കഴിഞ്ഞ് മദ്യപാനത്തിന് ക്ലാസ് ഉണ്ട്. ഇവിടെ പിന്നെ തൊട്ടിയിലായിരുന്നു കുടിച്ചോണ്ടിരുന്നത്. മദ്യപാനത്തിന് ക്ലാസ് ഉണ്ടെന്നല്ല പറഞ്ഞത്, മദ്യപാനത്തിനെതിരെ അവിടെ ക്ലാസ് ഉണ്ട്. പീറ്റർ സാറാ ക്ലാസ് എടുക്കുന്നത്. പീറ്റർ സാറിന്റെ മീറ്ററിലുള്ള ക്ലാസ്സൊക്കെ എന്ത് രസമെന്ന് അറിയാമോ? നമ്മൾ മദ്യം വെറുത്തു പോകും. അങ്ങനെയുള്ള വാക്യങ്ങളാണ് സാറ് പറഞ്ഞു തരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് പോരാൻ നേരം സാറിനോട് യാത്ര ചോദിക്കാൻ പറ്റിയില്ല. വിളിച്ചപ്പോ പുള്ളി അതോ ബാറിൽ അടിച്ച് സെറ്റാക്കാൻ. പറയാ എല്ലാവർക്കും എളുപ്പമില്ല, ഇതൊക്കെ പ്രവർത്തിക്കാനാണ് പാട്. വന്നപ്പോ തൊട്ട് ചേട്ടൻ നിൽക്കും, ഇവിടെ ഇരിക്കും. ഞാനേ പോയി ഒരു കട്ടൻ ചായ എടുത്തിട്ട് വരാം. വേണ്ട, കട്ടൻ ചായ കാണുമ്പോൾ എനിക്ക് മറ്റു പലതും ഓർമ്മ വരും. അതുകൊണ്ട് ഇനി ഈ കട്ടൻ ചായ എന്നുള്ള സാധനം വീട്ടിൽ വേണ്ട. വേണ്ട, ഞാൻ പോയിട്ടേ ഒരു സംഭാരം എടുത്തിട്ട് വരാം. വേണ്ട, നാടൻ കള്ളിന്റെ ഓർമ്മ വരും എനിക്ക്. അങ്ങനെയാണ് ഞാൻ പോയി നല്ലൊരു ഗ്ലാസ് പച്ചവെള്ളം എടുത്തിട്ട് വരാം. വേണ്ട, പാറ്റുചാരവും സ്പിരിറ്റ് ഒക്കെ ഓർമ്മ വരും. അതുകൊണ്ട് അതൊന്നും ഈ വീട്ടിൽ വേണ്ട. ഇക്കണക്കിനാണ് ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലല്ലോ. ആര് പറഞ്ഞു പറ്റത്തില്ലെന്ന്? നല്ല വെള്ളം പാലിട്ട് ഒരു പാൽ ചായ എടുത്തോണ്ട് വാ, ചായ കുടിക്കാല്ലോ. കൊണ്ടുവരാം. ചായ മാത്രമല്ല, പഴവും റെഡിയാ. ചായ റെഡി, പഴം റെഡി. അതെന്നെ പരിപാടിയാ കാണിച്ചേ? ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ ഞാൻ മദ്യം കൈകൊണ്ട് തൊടില്ലെന്ന്. പഴത്തിന്റെ മദ്യഭാഗം പോലും കഴിക്കില്ലേ? എനിക്ക് വയ്യ. ഒരു മിനിറ്റ്. എന്നാ കാണിച്ചേ? മദ്യത്താണോ ഇരുന്നൊരു സംശയം. ചേട്ടനെ ഞാൻ ആഗ്രഹിച്ചത്. വന്ദേ മുകുന്ദ ഹരേ ഗിരിശൗരേ സന്താപ പാപ മുരാരേ. നിങ്ങളുടെ അമ്മാവനാന്ന് തോന്നുന്നു വരുന്നത്. ഇവിടെ ഇരുന്ന് ഷെയർ ഇട്ട് അടിക്കാനുള്ള പരിപാടിയാണ്, ഇനി നടക്കത്തില്ല. വന്നു അല്ലേ ഷെയർ തണ്ടി? തണ്ടിന്നല്ലേ? നാട് മൊത്തം ഷെയർ ഇട്ട് വെള്ളം അടിക്കുന്ന പിന്നെ എന്തോ ഞാൻ വിളിക്കണം. കേറി വരിക. വേണ്ടടോ, ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. 4 കാലിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് വാള് വെക്കുന്ന ഒരു ചിത്രം മനസ്സിലുണ്ടേ. അതങ്ങനെ മായാതെ കിടക്കട്ടെ. അവിടെ അതൊന്നും പറയാതെ കേറി വരിക ഇങ്ങോട്ട്. പീലിത്തിളക്കവും കോലക്കുടൽ പാട്ടും അമ്പാടി പൈന്റുകളെവിടെ? അല്ല, പൈക്കളും എവിടെ? അമ്മാവ് ഇങ്ങോട്ട് വന്നേ. 90 ദിവസം ഡി അഡീഷൻ സെന്ററിൽ കിടന്നിട്ട് വന്നേക്കുന്ന ഒരു മനുഷ്യനാ. മുമ്പത്തെ കൂട്ടി ഇവിടെ ഇരുന്ന് വെള്ളം അടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതിനിവിടെ ആര് വെള്ളം അടിക്കുന്നു? എന്റെ പൊന്നു മക്കളെ, അവൻ വന്നെന്നറിഞ്ഞു ഒരു നോക്ക് കാണണം, അങ്ങ് പോണം. അത് മാത്രമല്ല, അവനെ പോലെ കുടി നിർത്താൻ വേണ്ടിട്ട് തീരുമാനിച്ചിരിക്കുന്ന ആളാ ഞാൻ. കുടി നിർത്താൻ അങ്ങ് തീരുമാനിച്ച്. ഇന്നലെയും കൂടെ ഞാൻ ആ റേഷൻ കടയിൽ ചെന്നപ്പോ നിങ്ങൾ അവിടെ വെള്ളം അടിച്ച് അവിടെ മലന്ന് കിടപ്പുണ്ട്, വായി കൂടെ നൊരയും പതയൊക്കെ വന്ന്. അയ്യോ, അതൊരു കുഞ്ഞ് അബദ്ധം പറ്റിയതല്ലേ മക്കളെ. ഒരു പൈന്റ് വാങ്ങിച്ചടിച്ചു. അച്ചാറെന്നും പറഞ്ഞോണ്ട് ഷാമ്പൂവിന്റെ കവറാ കടിച്ചു വലിച്ചത്. പിന്നെ ഏതൊക്കെ വഴി കൂടി നൊറയും പറയും വന്നെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ ആകപ്പാടെ ഒരു ആശ്വാസം, ഇപ്പൊ ഡാൻസുകാർ വിളിക്കുന്നുണ്ട്. കുമിള വിടാൻ വേണ്ടി. എന്റെ മാമ, ഞാനൊരു കാര്യം പറയാം. ഇപ്പോഴാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ചേട്ടൻ വന്നതിന് ശേഷം ഒരു വെട്ടവും വെളിച്ചവും ഒക്കെ വന്നത്. ഇവൻ പോയപ്പോ എന്തോ ഫീസ് ഊരിക്കൊണ്ടാണോ പോയത്? മാമന് ഞാൻ ചായ എടുത്തോണ്ട് വരാം കേട്ടോ. അങ്ങനെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എണേച്ചോ. ആ മാമ, നീ താണ്ട കുടി നിർത്തിയെന്നാണ് അവള് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങോട്ട് നീ കുടി നിർത്തിയെന്ന് പറയുന്നത് കേട്ട് ഒരു വിശ്വാസം വരുന്നില്ല കേട്ടോടാ. മാമ കുടി നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സിറിഞ്ചായല്ലോ. പിന്നെ എന്തോന്ന് മയക്ക് വരുന്ന കുത്തിക്കേറ്റ് ഓടാ പോട്ടാ. എടാ, ഇത് ഞാൻ ഷുഗറിന് ഇൻസുലിൻ എടുത്താണ്. ഷുഗറിന് ഇൻസുലിൻ ആയിരുന്നു. ഞാനൊരു കാര്യം പറയാം, ഞാൻ കുടി നിർത്തി. അതുകൊണ്ട് ഇനി എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് വിശ്വാസമില്ല. നീ പറയുന്നത് കള്ളമായിട്ടേ എനിക്ക് പറ്റുന്നുള്ളൂ. ഒരു 1-ാം തീയതി ദിവസം മദ്യം ഒരു രീതിയിലും കിട്ടൂല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് TV-യിൽ ബിയറിന്റെ പരസ്യം കാണിച്ചപ്പോ ഓടിച്ചെന്ന് അതിൽ നക്കിയവനാ നീ. നീ കുടി നിർത്തിയെന്ന ഞാൻ വിശ്വസിക്കുന്നു. മാമ, മാറ്റം എല്ലാവർക്കും അനിവാര്യമാണ്. മാറേണ്ട സമയത്ത് മാറും. പിടിച്ചു പറയും മോഷണവുമായിട്ട് നടന്ന വാൽമീകി രാമായണം എഴുതിയില്ലേ? യുദ്ധക്കളത്തിൽ രക്തം കണ്ട് മനസ്സ് മരവിച്ചെന്ന അശോക ചക്രവർത്തി വാള് താഴെ വച്ചിട്ട് ബുദ്ധമതം സ്വീകരിച്ചില്ലേ? മാറണം മാമ. മാറേണ്ടത് മനുഷ്യനാണ്, മനുഷ്യരാശിയാണ്. എല്ലാത്തിനും ഒരു മാറ്റം വരും.
കഞ്ചാവാടാ നീ നീ കുടി നിർത്തിയെന്ന് പറഞ്ഞപ്പോ നിനക്ക് ഇത്രയും ഓവറാണെന്ന് അറിഞ്ഞില്ല. ചെറുക്കൻ മൂത്ത് നിൽക്കുന്നു. എന്റെ പൊന്നേ, ഈ ചെറുക്കന് എന്തൊരു പറ്റി? മാമനെ കൊണ്ട് ഇത് കുടി നിർത്താൻ പറ്റും. മാമ ഒരു കാര്യം ചെയ്യും, ഞായറാഴ്ച എന്റെ കൂടെ ഞാൻ കിടന്ന ഡീഅഡിക്ഷൻ സെന്ററില്ലേ അങ്ങോട്ടൊന്ന് വാ. വന്നിട്ട് അവിടുത്തെ ഡോക്ടറെ കണ്ടൊന്ന് പരിചയപ്പെട്ട് നമ്മളെ കൂട്ടുകാരെ കൊണ്ടൊന്ന് സംസാരിച്ചിട്ട് നമുക്ക് വൈകുന്നേരം ഇങ്ങ് തിരിച്ചു പോരാം. നിന്റെ ഉപദേശമൊക്കെ കൊള്ളാം ഗണേശൻ മോനെ, പക്ഷെ നിന്റെ പപ്പയല്ല എന്റെ പപ്പ. നൈസായിട്ട് എന്നെ അവിടെ കൊണ്ട് തള്ളാനുള്ള പരിപാടിയാണ്. ആമാ വിചാരിച്ചാൽ നിർത്താൻ പറ്റാത്തായിട്ട് ഒന്നുമില്ല. ഈ കുടി നിർത്താൻ പറ്റും. എന്നെ നോക്ക്, കുടി നിർത്താൻ പറ്റുമെന്ന്. എടാ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. എനിക്ക് അവിടെ പറഞ്ഞു തന്നാ നമുക്ക് ഒരു പെഗ് അടിക്കണമെന്ന് തോന്നുമ്പം നമ്മൾ ഒരു നെല്ലിക്കത്തൈ നടണം. 2 പെഗ് അടിക്കണമെന്ന് തോന്നുമ്പം 2 നെല്ലിക്കത്തൈ നടണം. 3 പെഗ് അടിക്കണം. ഈ നെല്ലിക്ക തൈക്ക് പകരം മാവിന്റെ തൈ നടന്നുകൊണ്ട് കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? എല്ലാം പ്രകൃതി തരുന്നതല്ലേ. നമുക്ക് ഏത് തൈ വേണമെങ്കിലും നടാലോ. അതൊക്കെ പോട്ടെ, മാവ് തന്നെ വേണമെന്ന് എന്താ അത്ര നിർബന്ധം? അല്ല, ടച്ചിങ്ങിന് നെല്ലിക്കാലം മാങ്ങയാണ് നല്ലത്. എന്റെ കൂടെ ആത്മീയതയിലേക്ക് കൂടുക, എന്നിട്ട് സന്യാസ ജീവിതം സ്വീകരിക്കും. എടെ ഈ ഓണം, വിഷു, സംക്രാന്തി, ഷാജോണ്, പ്രചോദ് അല്ല, ഈ ഓണവും വിഷുവും സംഭവമൊക്കെ വരുമ്പോഴല്ലേടാ എനിക്ക് 2 എണ്ണം അടിക്കാൻ നിന്നെ കൊണ്ട് പറ്റുന്നത്. നീ അതും കൂടി ഇല്ലാതാക്കി. എന്റെ പൊന്നു മാമ, എന്റെ കൂടെ ആത്മീയതയിലേക്ക് കൂടൂ, എന്നിട്ട് സന്യാസ ജീവിതം സ്വീകരിക്കൂ. അപ്പൊ എന്റെ ഭാര്യമാരെ കൊണ്ട് ചങ്ക് പൊട്ടി ചാവണം നിനക്ക് കാണുന്നു ഇല്ലടേ? എന്ത് ചെയ്യൂന്ന് പറ. എന്തുവാ ഇവിടെ രണ്ടുപേരും കൂടെ കുറെ നേരം ആയല്ലോ. ഒന്നുമില്ല. ചേട്ടാ, ഊണ് റെഡിയാണ്. മാമ കഴിച്ചിട്ടേ പോകാവൂ. വാ. ഒരു മിനിറ്റ്. എന്താ കറികൾ? എല്ലാം ഉണ്ട്. ഇറച്ചിയും മീനും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. വേണ്ട, ഇന്ന് മുതൽ കഞ്ഞി, പയറ്, മുളപ്പിച്ച ധാന്യങ്ങൾ. ഇതാണ് എന്റെ ആഗ്രഹം. ഞാൻ പ്യൂർ വെജ് ആണ്. വിട്ടുപോയി, എനിക്കറിയില്ല. 4 വാക്കും തെളിച്ച് നിൽക്കുക. നല്ലൊരു ചെറുക്കനായിരുന്നു. എന്തുവാ ദൈവമേ. സ്പർശിക്കരുത് ഭവതി, ഒന്ന് മാറി നിൽക്കൂ. മാമ, ദിവാകരൻ മേശ്ശേരി പോയി ഒന്ന് കാണണം. എന്തിന്? ആ ബെഡ്റൂം പൊളിച്ചിട്ട് അവിടെ ഒരു പൂജാമുറി. ഇനി നിത്യവും ഞാൻ അവിടെ വിളക്ക് കത്തിക്കും. എന്തോന്ന് ചേട്ടാ പറയുന്നത്? അപ്പൊ നമ്മുടെ കുട്ടികള് സംഭവിച്ചു പോയി. റിപ്പീറ്റ് അടിക്കാൻ വയ്യ. അവനെ റിപ്പീറ്റ് പറ്റത്തില്ലെന്നല്ലേ അവൻ പറഞ്ഞത്? അത് ഞാൻ കേട്ടില്ലയോ? എന്തോ ഈ മനുഷ്യ ഇവിടെ നിന്നോണ്ട് പറയുന്നേന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറ. ഗണേശ് ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആത്മീയത കാര്യങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ല. കുടുംബവും കുട്ടികളുമായിട്ട് ഇവിടെ ജീവിക്കാൻ നോക്കും. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞേക്കാം കേട്ടോ. അല്ല, ഞാൻ ഈ ആത്മീയത സ്വീകരിക്കുന്നതിൽ ഈ പെൺകുട്ടി എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. എനിക്കൊന്ന് വ്യക്തമാക്കി പറഞ്ഞു തരുമോ? ഞാൻ ഇപ്പൊ എങ്ങനെ പറയാനത്? നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ റൺഔട്ട് ആവുന്നത് എത്ര കഷ്ടമാണ്. മനസ്സിലായില്ല. ഇനി ഞാൻ എങ്ങനെ ഈ ചെറുക്കന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം? എനിക്ക് ധ്യാനത്തിന് സമയമായി. എന്റെ ജീവിതം പോയി മാമ. എന്റെ ജീവിതം പോയി. എന്റെ ജീവിതം പോയി മാമ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ട്, ഇനി ഒരു അറ്റ കൈ പ്രയോഗം നീ ചാടിക്കടിക്കാൻ നിൽക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇല്ല, പറ. 2 എണ്ണം അടിച്ചാ ഓക്കെ. അടിയാണോ? കഷ്ടപ്പെട്ട ഞാനിപ്പോ ഈ കുടി നിർത്തിയത്. ഈ കരളുവാട്ടം ഞാൻ സമ്മതിക്കത്തില്ല. പിന്നെ നീ എന്തോ ചെയ്യും? ഞാൻ മലയാളം പറഞ്ഞു. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാൻ? മാമ കൈ വിടല്ലേ. എന്തേലും ഒന്ന് പറ മാമ. നമ്മൾ എന്തോ ചെയ്യും? ഒരു കാര്യം ചെയ്യ്. ഞാൻ നിന്റെ അടുത്ത് എങ്ങനെ പറയും? മാമ ധൈര്യമായിട്ട് പറ. നിന്റെ ഭർത്താവില്ലേ, ഒന്ന് മയക്ക്. ഭർത്താവിനെ മയക്കാനോ? ഇവിടെ വിശ്വാമിത്രനെ വരെ മയക്കണ്. പിന്നെയാണ് നിന്റെ പണത്താവ്. ഇടി എന്തെങ്കിലും ഡാൻസ് എന്തെങ്കിലും ഞാൻ അകത്ത് പോയി പണയും പാട്ടിടാം. നടക്കത്തില്ല മാമ. ട്രൈ ചെയ്യുന്നു. ചേട്ടാ, മിനിമോളെ ഒന്നിങ്ങ കണ്ണിനെന്ത് പറ്റി? കണ്ണിനൊന്നും പറ്റിയതല്ലോ മാമ. പാട്ടിട മാമ. മകളെ പാതിമലരേ പാട്ട് മാമ. എന്റെ റേഞ്ചിലൊന്ന് പിടിച്ചതാടി. ഇപ്പൊ ഓക്കെ. ഇപ്പൊ നോക്കോ. ശരി തരാം. ആശുപത്രി പോണോ? വയ്യേ? ഒന്ന് ധ്യാനം കൂടിയാ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ. ഒന്നും ശരിയാവാൻ പോകുന്നില്ല. അടുത്ത പാട്ട് എടുത്താ ഇവിടെ നാടോടി നൃത്തം വല്ലതും നടക്കുന്നു. പാട്ട് മാറ്റി മാറ്റി ഇടാനായിട്ട് നടന്നില്ല. നീ ഒരു പാട്ട് പ്ലേ. ഞാൻ ഒന്ന് കളിച്ചു നോക്കിയാലോ? പടം കാണിച്ചിട്ട് ശരിയായില്ല. ഇനി ട്രെയിലറൂടെ കാണാത്ത കുഴപ്പമേ ഉള്ളൂ. ഇങ്ങോട്ട് നോക്കിയേ, ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എന്തോ വേണമെന്ന് എനിക്കറിയാം. മിനിമോളെ, എടാ ചെറുക്കാ, അവള് ദേ പോണണ്ടാ. കേറി കഥകു അടച്ച്. എടാ, അവൾ എന്തെങ്കിലും അഭിമുഖം കാണിക്കും. നീ എന്തറിഞ്ഞിട്ടാ ഇത് കിടന്ന് കാണിക്കുന്നത്? ഒന്നും ചെയ്യാൻ പോണില്ല. കഴിഞ്ഞ 10-90 ദിവസം ഞാൻ ഡീഅഡിക്ഷൻ സെന്ററിൽ കിടന്ന് എവളോ വീട്ടുകാരോ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്നിട്ട് പറയും ചേട്ടനെ വെള്ളോടി നിർത്താൻ കൊണ്ടാക്കിയിരിക്കുകയാണ്. സ്നേഹമുള്ള ഭാര്യയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകൂലേ? ഞാൻ ഇത് മനഃപൂർവ്വം കാണിച്ചു വെച്ച സാധനമില്ലേ? അല്ല, എനിക്ക് ആത്മീയത ഇപ്പൊ എന്തോ ഭ്രാന്തുണ്ടോ?
നീ അപ്പൊ സന്യാസിയല്ലേ? ഞാൻ സന്യാസിയൊന്നുമല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മാമ എന്നെ കൊണ്ട് ഒരു സന്യാസിയാവാൻ പറ്റുമോ? ആഴ്ച കേട്ടോ ഒരു നിമിഷം ഞാൻ തൊട്ട് നോക്കിയാണ് ഈ താടി വരെ വിൽക്കാണ്. പിന്നെ അയ്യോ നിന്നെ സമ്മതിക്കാൻ കേട്ടോ. നല്ല അവനെ കിടക്കാച്ച അവനെ. അല്ല ഇച്ചിരി കിടന്ന് ഓടണമെന്ന് ഞാനും വിചാരിച്ചു. രാവിലെ അല്ല അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഇനിയിപ്പോ നീ കൊണ്ടു നടന്നിട്ട് കാര്യം ഇത് പൊളിക്കണം, ഇല്ലെങ്കിൽ അവള് കൈവിട്ട് പോകും. അതും ശരിയാ, അത് ശരിയാ. നാണ മിനിമോളെ മിനിമോ മിനിവാനന്ദ സരസ്വതി തിരുവടികൾ. പണ്ട് ധൃതരാഷ്ട്രർക്ക് കണ്ണ് കാണാതെ വന്നപ്പോഴേ ഗാന്ധാരി സ്വയം കണ്ണ് കെട്ടി അദ്ദേഹത്തിന്റെ കൂടെ പോയില്ലേ? നിങ്ങൾ ആത്മീയതയിലേക്ക് പോവല്ലേ? ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. എടി ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? നീ എന്നെ തിരിഞ്ഞു നോക്കാത്തതിന്റെ സങ്കടത്തിൽ ഞാൻ ചെയ്തു വെച്ച ഓരോ പരിപാടികളല്ലേ ഇതെല്ലാം? പറ്റത്തില്ല, ഞാനിത് സീരിയസ് ആയിട്ടാ. സീരിയസ് ആയിട്ടാ? ഞാൻ സത്യം ഇവ അഭിനയിച്ചതാണ്. ഞാൻ അഭിനയിച്ചതാണ്. മാമന്റെ ചോദിച്ചു നോക്ക്. നടക്കത്തില്ല മാമ, ഞാനിപ്പോ ഇയാളുടെ കൂടെ പോകും ഇങ്ങനെ. മാമ ഞാൻ ഇനിയിപ്പോ എന്തോ ചെയ്യും? നീ ഇനിയിപ്പോ ഒന്നും ചെയ്യണം. ഞാൻ പോണം. എവിടെ പോണം? ഞാൻ പോയി മറ്റേ ദിവാര മേശിനെ വിളിച്ചോണ്ട് വരാം. എന്തിന്? നീ നേരത്തെ പറഞ്ഞില്ലേ ബെഡ്റൂം പൊളിച്ചിട്ട് ഒരു പൂജാമുറി വെക്കണമെന്ന്. ഇപ്പൊ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ജപിക്കും. മാമ ഓടാ. അത്യാവശ്യം ആദ്യ ഭാഗത്തൊക്കെ കുറേ ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻഡിലേക്ക് വന്നപ്പം കാര്യത്തിലേക്ക് കിടന്നു. നമ്മളിതൊരു സിനിമ അതിൻ്റെ മുമ്പ് ഇത് കണ്ടിട്ടുണ്ട്, ചിന്താവിഷ്ടയ ശ്യാമള. അതെ, അത് ഇതേപോലെയാണ്. മദ്യപാനം നിർത്താനായിട്ട് പോയിട്ട് നിന്ന് ആത്മീയതയിലേക്ക് വന്നു. പക്ഷേ എൻ്റെ നിങ്ങൾ മാറ്റി പിടിച്ചു. ഭാര്യ നേരെ തിരിഞ്ഞു ആത്മീയതയിലേക്ക് എത്തി. ആദ്യത്തെ ആ ഭാഗങ്ങളൊക്കെ നല്ല രസമായിരുന്നു. നല്ല ഫ്ലോയിൽ അങ്ങ് പോയതാണ്. നിൻ്റെ ആ ആറ്റിറ്റ്യൂഡും ഒരു സന്യാസം സ്വീകരിച്ച കാര്യം അഭിനയമാണെങ്കിൽ പോലും അത് ഫോളോ ചെയ്ത് പോയി. ആ ഭാഗത്തൊക്കെ കുറേ ചിരിക്കാനുണ്ട്. എൻഡിലേക്ക് വന്നപ്പോൾ ചിരിയുടെ അംശം കുറഞ്ഞു പോയി. എന്ന് പറഞ്ഞ് മോശമാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെയും കൂടെയൊക്കെ ചിരിക്കാനായിട്ടുള്ള കൗണ്ടറുകൾ കയറ്റിയിരുന്നെങ്കിൽ നല്ല രസമായിട്ട് ഇത് ഒഴുകി അങ്ങ് പോയേനെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രചോദേട്ടാ. നല്ല ചിരിക്കാനുള്ള ഒരു ഉഗ്ര സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട്. കാര്യം നിങ്ങൾ 3 പേരും നിങ്ങളുടെ ക്യാരക്ടർ എന്താണോ അതിൽ നിങ്ങൾ 3 പേര് നന്നായിട്ട് പെർഫോം ചെയ്തു. ഓരോരുത്തരും എടുത്ത് പറയുകയാണ്. ഇപ്പം ശ്രീജു ആയാലും ശ്രീജുവിൻ്റെ ഒരു ക്യാരക്ടർ പിടിച്ചിട്ട് തുടക്കം മുതൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ശ്രീജു ചെയ്തു എന്നുള്ളതാണ്. താങ്ക് യു. കാരണം നമുക്കതിനകത്ത് സാധാരണ റേഞ്ച് കയറ്റി സ്കിറ്റ് കളിക്കുന്ന പോലെ കളിച്ചാൽ ചിലപ്പോൾ അവസാനം ചീറ്റിപ്പോവും. ഭയങ്കരമായിട്ട് ആ ക്യാരക്ടർ ലൈഫ് എങ്ങനെ ചെയ്യാമോ അതുപോലെ ഭയങ്കര രസമായിട്ട്. സജിയുടെ ക്യാരക്ടറാണെങ്കിലും വന്നതിന് ശേഷം സജിയുടെ പെർഫോമൻസ് ഒക്കെ വളരെ രസകരമായിരുന്നു. കാരണം ഈ കഞ്ചാവോ എന്നൊരു ഒറ്റ ചോദ്യം ചോദിച്ചു, അത് ഒരു രക്ഷയില്ലാത്ത മീറ്ററായി പോയി കേട്ടോ. കാരണം വെച്ചാൽ അയാളത് പറയുമ്പോൾ ഈയുടെ ഒരു അതിശയവും ആ ഡയലോഗിൻ്റെ ഒരു മീറ്റർ ടൈമിങ് നമ്മൾ അറിയാതെ ചിരിച്ചു പോയി. അങ്ങനെ കുറേ സാധനങ്ങൾ സജിയുടെ മൊമെൻറ്റിലുണ്ടായിരുന്നു. നല്ല രസമുള്ള കുറേ സാധനങ്ങൾ. ഇപ്പം വിളിച്ചുകൊണ്ട് പോയി മാറ്റിപ്പോയി കാര്യങ്ങൾ പറയുന്നതും പിന്നെ ഈ ഒരു അവസ്ഥ മാറ്റിയെടുക്കണ്ടേ, ഇതിപ്പോൾ അതിനെന്തെങ്കിലും പോകുമ്പോഴും നോക്കുന്നതും പിന്നെ ഇയാൾ ഇതല്ല ഇയാളുടെ നാടകമാണെന്ന് പറഞ്ഞപ്പോൾ ചേഞ്ചൊക്കെ രസം ഭയങ്കര ലൈഫായിരുന്നു. നല്ല ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തു. സൂര്യശ്രീ ആണല്ലോ ഈ പറയുന്ന പോലെ നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഞാൻ ചിരിച്ചു പോയത് മറ്റേ മൃദംഗത്തിന് ട്രോഫി ആയിട്ട് വന്നു. 3 ദിവസം നിന്നടിച്ചത്. കാര്യം ഇതിനെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ക്ലാസ് വിറ്റുകളാണ് അടിച്ചത്, പക്ഷെ നിങ്ങൾ ലൈഫ് ഇട്ട് ഉഗ്രം കളിയാണ് കളിച്ചത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞൊരു സ്പീഡ് ടൈമിംഗ് പരിപാടി എന്ന് പറയുന്നത് അതിനേക്കാൾ ഉപരി എനിക്കിത് ഭയങ്കരമായിട്ട് നിങ്ങൾ ലൈഫായിട്ട് തോന്നി കേട്ടോ. നിങ്ങളുടെ കളി ഒരു മീറ്റർ പരിപാടി അടിപൊളിയായിട്ടുണ്ട്. 3 പേർക്ക് വളരെ അടിപൊളി. താങ്ക് യു ഷാജു ചേട്ടാ. നല്ല സ്കിറ്റായിരുന്നു. കുറേ നല്ല തമാശകളുണ്ടായിരുന്നു തുടക്കം മുതലേ. കാര്യം ഒരു പുതിയ ഒരു തോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. എവിടം വരെയാണെന്നറിയാവോ? ശ്രീജു ആ ഒരു എന്താണ് സന്യാസം സ്വീകരിച്ചു എന്ന് പറയുന്ന അവിടം വരെ ഉണ്ടല്ലോ, പിന്നെ ആ ഡാൻസ് തുടങ്ങുന്നുണ്ടല്ലോ, അവിടം വരെയൊക്കെ നല്ല ഒരു പുതുമ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ സന്യാസം, അതായത് ഞാൻ ഇന്ന് മുതൽ വെജിറ്റേറിയനാണ്, ഇനി ഇതൊന്നും പൂജാമുറി വേണം എന്നൊക്കെ പറയുന്നതുകൊണ്ട് മുതൽ പിന്നെ സംക്രാന്തിക്ക് നസീർക്ക പറഞ്ഞതുപോലെ നമ്മുടെ അതിലോട്ടങ്ങ് പോയി. പിന്നെ സൂര്യശ്രീയുടെ ആ ഡാൻസിൻ്റെ ഏരിയ ആണെന്നുണ്ടെങ്കിലും നമ്മളിതിന് മുൻപ് പലതവണ കണ്ടിട്ടുള്ള ഒരു ഏരിയയിലോട്ടാണ് വന്നത്. ആവശ്യമില്ലാത്തൊരു ഏരിയ. കാര്യം നമ്മൾ കുറേ സ്കിറ്റുകൾ നമ്മൾ മുൻപും ഭർത്താവിനെ ഒന്ന് ഇതാക്കാൻ വേണ്ടി ഡാൻസ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന പോലെ. പക്ഷെ അവിടം വരെ നല്ലതായിരുന്നു. ഈ പറഞ്ഞ പോലെ ആ മൃദംഗത്തിൻ്റെ ആ തമാശകളും 90 ഇനി എൻ്റെ 89 കഴിഞ്ഞാൽ 91, അതൊന്നും ഒരിക്കലും ചിന്തിക്കാത്ത സാധനമാണ്. 59 കഴിഞ്ഞാൽ 61, 60 ഇല്ല. അതാണ് എന്നെ നശിപ്പിച്ചത്. മദ്യത്തിരിക്കില്ല. അയ്യോ, അത് മദ്യഭാഗത്തിരിക്കില്ല, പഴത്തിൻ്റെ മദ്യം കഴിക്കില്ല. അങ്ങനെ അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉഗ്രനായിട്ട് നിൽക്കുന്ന സ്ഥലത്തോട്ടാണ് ഈ അമ്മാവൻ കയറി വരുന്നത്. സജി ഒരു രക്ഷയില്ല. ഉഗ്രൻ പെർഫോമൻസ്. സൂര്യശ്രീ ആസ് യൂഷ്വൽ ഉഗ്രനായിരുന്നു. സൂര്യശ്രീ പറഞ്ഞതുപോലെ വളരെ ലൈഫായിട്ടാണ് പെർഫോം ചെയ്ത്. പിന്നെ തമാശയുടെ ഏരിയ ഒക്കെ ആണെങ്കിലും ഗംഭീരമായിട്ട് സൂര്യശ്രീ അത് ചെയ്തു. പിന്നെ സൂര്യശ്രീ ഒരു ഉഗ്രൻ ആക്ട്രസ് ആണ്. നമ്മളെ സംബന്ധിച്ച് അതൊരു പുതിയ കാര്യമല്ല. എങ്കിലും ഇന്നത്തെ കഥാപാത്രം സൂര്യശ്രീ ഗംഭീരമായിട്ട് ചെയ്തു. നന്നായിരുന്നു. ഗംഭീര പൊട്ടിച്ചിലുകളുമായിട്ട് നെക്സ്റ്റ് ടൈം പറഞ്ഞു. ഓക്കെ, ഓൾ ദി വെരി. താങ്ക് യു ഷാജു ചേട്ടാ. അപ്പോൾ നമുക്ക് മാർക്സ് കൊടുക്കാം. പ്രചോദേട്ടാ, ഞാനൊരു 15 മാർക്ക് കൊടുക്കും. 15,000 രൂപ. ഷാജു ചേട്ടാ? ഞാനും കുറയ്ക്കുന്നില്ല, ഞാനൊരു 15,000 രൂപ. ടോട്ടൽ 30,000 രൂപ. ഞാൻ കൊടുക്കാം 60-ന്.
ആ അവിടെ കിടക്കട്ടെ. ടോട്ടൽ 50,000 രൂപ. അപ്പൊ ഉഷാറായിട്ട് വന്ന് ഇതിലും കൂടുതൽ വാങ്ങിക്കും കേട്ടോ. ഓക്കെ. ഒരു 90 വേണ്ടല്ലേ? നമുക്കടിക്കാം. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം പേരുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, വിളിക്കട്ടെ? വിളിക്ക്. സൈന്ധവ, ദേവി ലക്ഷ്മി, അനന്യ. എന്റെ ജീവിതം ഈ പാക്കറ്റിൽ കയറിയ ഉണ്ണിയപ്പം പോലാണ്. എല്ലാരും വന്നങ്ങ് എടുത്തോണ്ടിരിക്കും, പക്ഷെ ആരും മേടിക്കത്തില്ല. ആരെങ്കിലും മേടിച്ചാലല്ലേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസം പോലും ലീവ് വെച്ച് അവിടുത്തെ മുതലാളി തരിച്ചില്ല. പിന്നെ ആകപ്പാട് ഇച്ചിരി സന്തോഷമൊക്കെ ഉള്ളത് ഈ ലഡുവിലെ ഉണക്കമുന്തിരി പെറുക്കി തിന്നുമ്പോളാ. കുട്ടാപ്പിയേ, ആ തന്നെടാ, ഞാൻ ഐഫോൺ വാങ്ങിച്ച് 1.5 ലക്ഷം രൂപയാണ് വില. പിന്നെ വിലയൊന്നും ഞാൻ നോക്കിയില്ല. നല്ല ഫോണാന്ന് എല്ലാരും പറഞ്ഞു, ഞാനങ്ങ് മേടിച്ചു, അത്രേ ഉള്ളു. നിന്റെ ആ 9 റബ്ബർ ബാൻഡ് ഇട്ട ഫോൺ അവിടെയൊക്കെ തന്നെ കിടപ്പുണ്ടല്ലേ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വില കൂടിയ ഫോൺ ഞാൻ കാണിച്ചു തരാം. ആ ശരി ശരി ശരി. എന്തുവാടാ നീ ഇങ്ങനെ കിടന്ന് കുനൂനൂനൂന്ന് സംസാരിച്ചോണ്ടിരിക്കണേ? ഈ സമയം ഉണ്ടായിരുന്നെങ്കിലേ നിനക്ക് ഈ പലാരൊക്കെ ഒന്ന് പാക്കിന്റെ അകത്ത് ആക്കി വെച്ചൂടെ? നിന്റെ തുപ്പല് വീണ പലാരാണോടാ നാട്ടുകാർക്ക് കഴിക്കാൻ കൊടുക്കേണ്ടേ? ആ പിന്നെ പൂച്ച വെച്ച് കിടക്കുന്ന കണ്ണാടി പെട്ടിക്കാണ് ദാനം വെച്ചതിന് കുഴപ്പമില്ല. നമ്മളൊന്ന് വിണ്ടിയും പറഞ്ഞത് എടുത്താൽ ഇവിടെ ആൾക്കാർക്ക് കുഴപ്പം. പതുക്കെ പറയടാ, ആരെങ്കിലും കേട്ട് കഴിഞ്ഞാലേ അപ്പൊ ഒന്ന് നമ്മുടെ കട അങ്ങ് പൂട്ടും. അല്ലേലും ഈ കട പൂട്ടും. അതെങ്ങനെ? ഞാൻ പോവാ. എങ്ങോട്ട്? എനിക്ക് പെണ്ണ് കാണാൻ പോണ്ട. ലീവ് വെച്ചിട്ട് മുതലാളി എനിക്ക് ലീവ് വന്നു. ഞാനൊരു പുരുഷനല്ലേ, എനിക്ക് പെണ്ണ് കേട്ടണ്ടേ? അയ്യോ എടാ, ഈ ബേക്കറിയിൽ ഇരിക്കണ പലാരൊന്നും തിന്നിട്ട് നിനക്ക് മതിയായില്ലേ? എന്തിനടാ വല്ലവന്റെ വീട്ടിൽ പോയി ഈ പലാരൊക്കെ എടുത്ത് തിന്നെ? കഷ്ടമുണ്ട്. അതൊക്കെ പോട്ട്, നിന്റെ റിസൾട്ട് എവിടെ? പറച്ചിൽ കേട്ടാത്തോന്ന് ഞാൻ ഡിഗ്രി എഴുതിന്റെ റിസൾട്ട് ആണ്. എന്റെ ബ്ലഡ് നോക്കിന്റെ റിസൾട്ട് എവിടെ ചോദിക്കുന്നത്? എവിടെ? ഇന്നാ മുതലാളി പിടിച്ചോ, ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ, കൊളസ്ട്രോള് 310, അത്രേ ഉള്ളു. പ്രഷർ 250, ഷുഗർ 360. കഷ്ടം തന്നെടാ, ഇത്രയൊക്കെ കൂട്ടി വെച്ചോണ്ട് നീ എന്തിനടാ ഒരു പെങ്കൊച്ചിനെ കൂടെ കല്യാണം കഴിച്ച് അവരെ ജീവിതം കൂടെ നീ ഇങ്ങനെ കുറ്റിച്ചോറാക്കണത്? നിനക്കേ ഇപ്പൊ ആവശ്യം ഒരു പെണ്ണല്ല. എന്തിനാണ് മുതലാളി? ഒരു ഇൻസുലിനാണ് നിനക്ക് ആവശ്യം. ഷുഗർ ഉച്ചി കയറി നിൽക്കുക. പിന്നെ ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഇല്ലാത്ത പോലെ. അല്ല, എനിക്ക് ഷുഗറൊക്കെ ഉണ്ടടാ. ഞാൻ ഈ കനം എങ്ങനെയൊന്ന് കുറയ്ക്കുമെന്ന് ആലോചിച്ച് നടക്കുക. ആദ്യം അണ്ടാവിലുള്ള തീറ്റി മാറ്റിട്ട് പ്ലേറ്റ് തിന്നണം. നീ എന്നെ അങ്ങനെ ഒന്നും പറയൊന്നും വേണ്ട. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഷുഗർ കൂടുതലുള്ള ആർക്കാന്നറിയാമോ? അതെനിക്കറിയാം. ജീവിക്ക് ജീവേ പുള്ളിക്കാരെ ഏതെങ്കിലും ഒരു ചീനി കമ്പേ സാരി കൊടുത്ത അന്നേരം അങ്ങ് സംസാരിക്കും. ഓ, വീടൊക്കെ ഒരു സംഭവം നടന്നു. മുതലാളി വല്ല അറിഞ്ഞ? എന്ത് സംഭവം? പുള്ളിക്കാരൻ്റെ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചായിരുന്നു. ഓ, അവിടെ അങ്ങാണ്ട് ഇന്ന് ഏതാണ്ടൊരു പെണ്ണുമായിട്ട് മുട്ട പഞ്ചാരടി. ആരാണ്ട് വന്ന് പറഞ്ഞത് ഡെമ്മിയാ. നന്നാരെ അവിടെ നിന്നൊന്ന് മാറിയ നേരം ആ പെണ്ണുമായിട്ട് പഞ്ചാരടി. അല്ല, നീ എങ്ങനെ ഇതൊക്കെ കുറയ്ക്കും? പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ എന്റെ ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ കുറയും. അതെങ്ങനെ? പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാര വർത്താനം നിൽക്കുവേ, അപ്പൊ ഷുഗർ കുറയും. അങ്ങനെ കുറയും. അപ്പൊ പ്രഷർ അത് വന്നു കയറും തൈറ്റത്തിന്റെ രീതി പോലാണ്. ഒരു കാര്യം പറഞ്ഞോ? എന്ത്? എനിക്കൊരു പെണ്ണ് സെറ്റ് ആയിട്ടുണ്ട്. വീട്ടുകാരെ ഏതാണ്ട് പറഞ്ഞുറപ്പിച്ച മട്ടാണ്. അതൊക്കെ നല്ല കാര്യം. അതൊക്കെ പോട്ട്, ഇന്നലെ ഒരു കേക്ക് ഓർഡർ വന്നേണേ, നീ എന്താ അവർക്ക് കേക്ക് കൊടുക്കാത്തെ? കച്ചവടം നമുക്ക് ശരിയാവത്തില്ല മുതലാളി. അതെന്താടാ? ആ ചെറുക്കനെ കാണാൻ കൊള്ളത്തില്ല. അവൻ വല്ല ഫാഷൻ പരേഡിനുമാണോ വന്നത്? കേക്ക് വാങ്ങിക്കാനല്ലേ? അതൊക്കെ പോട്ട്, ആ ചെറുക്കന്റെ പേരെന്തര്? അവന്റെ പേര് ഫെഡറിക് ഡിസൂസ അങ്ങനെങ്ങാണ്ടാണ്. അപ്പോ അത് അവരെ കുഴപ്പമില്ല. ഈ കട്ടച്ചൂളൊക്കെ എഴുതാറിഞ്ഞൂടാ, അതാണ് കാരണം. വെറുതെ ഞാൻ അവരെ അങ്ങ് തെറ്റിദ്ധരിച്ച്. അപ്പൊ ഇവ കാരണമായിരിക്കും എന്റെ പല കേക്കും ഇരുന്നങ്ങ് പോകുന്നത്. എടാ, നമ്മളെ ഷവർമ നടത്തിയിട്ട് ഏകദേശം 1 മാസമായി. ഷവർമ നടത്തിയിട്ട് ഏതാണ്ട് 1 മാസമൊക്കെ ആവുന്നു. പിന്നെ ആരാ മിഷനിൽ ഷവർമ ഉണ്ടാക്കി വെച്ചേക്കണേ? അത് ഷവർമ ഇല്ല. പിന്നെ ആള് വനക്കോ ആ മിഷൻ ഇല്ലാത്തോണ്ട് ഒരു തേനീച്ച കൂട് കൂട്ടിയിട്ടേക്കുന്നത്. ഷവർമ ഒന്നും തന്ന് വെട്ടാൻ നിൽക്കല്ല, അത് കുത്തി കയറ്റി തരും ഞാൻ പറഞ്ഞേക്കാം. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, അപ്പത്തെ DTP സെന്ററിൽ പോയി പെട്ടെന്നൊരു പ്രിന്റ് എടുത്ത് പെട്ടെന്ന് കിട്ടും. അല്ല, എന്ത് പ്രിന്റ് എടുക്കണ്ടേ? ഇവിടെ നല്ല നാടൻ തേൻ ലഭിക്കുമെന്ന്. അറിയാൻ പറ്റത്തുള്ളൂ നാടൻ തേനാണോന്ന്. അത് ശരിയാണ് കേട്ടാ. അയ്യോ, ഇതാരെന്നെ വിളിക്കണത്? ഒറ്റ സെക്കൻഡ്.
ഹലോ പറഞ്ഞോളൂ. ഇത് വനിതാ ബേക്കറി അല്ലേ? അതെ, വനിതാ ബേക്കറിയാണ്. എനിക്കൊരു ആനിവേഴ്സറി കേക്ക് വേണമായിരുന്നു. കേക്ക് എന്ന് പറയുമ്പോ ഏത് കേക്ക് വേണം? ഇവിടെ കുറെ കേക്ക്. വാഞ്ചോ ഉണ്ടോ? വാഞ്ചോ? ആ വാഞ്ചോ ഉണ്ട്, വാഞ്ചോ ഉണ്ട്. വാഞ്ചോ എന്നാ വാഞ്ചോ മതി. ആ വാഞ്ചോ മതി. എന്റെ പെട്ടെന്ന് ഒരു വാഞ്ചോ പെട്ടെന്ന്. എന്ത് വെയിറ്റ് ഇതിന്? പറഞ്ഞോളൂ മാഡം, പറഞ്ഞോളൂ. പിന്നെ ഞാൻ പറയുന്ന കാര്യം അതിലൊന്നും എഴുതണം കേട്ടോ. എഴുതാം മാഡം. എന്തെങ്കിലും എഴുതണോ? കഴിയുമ്പോൾ ഞാൻ വെട്ടിക്കാര്യം ആകെ കിട്ടുന്ന ഒരു ഓർഡറാണ്, ഞാൻ എഴുതിക്കോളാം. പറയൂ മാഡം, എന്താണ് എഴുതേണ്ടത്? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി RK ലൂയിസ് ആൻഡ് മെർലിൻ ഫിലിപ്പ്. അതെ, ഇതിവിടെ എഴുതി കഴിഞ്ഞാൽ 250 പേജിന്റെ ബുക്ക് ഞാൻ എഴുതേണ്ടി വരും. എഴുതാ അറിയത്തില്ലല്ലേ? ഫോണിൽ ലൈഫ് സ്പീക്കർ ഇടും. ഹലോ മാഡം, നിങ്ങളുടെ പേരെന്താണ് പറയൂ, ഞാനിപ്പോ എഴുതി തരാവേ. RK ലൂയിസ് ആൻഡ് മെർലിൻ ഫിലിപ്പ്. വീട്ടുപേര് പറയാനല്ലേ, നിങ്ങളുടെ പേര് പറയാതി. RK ലൂയിസ് ആൻഡ് മെർലിൻ ഫിലിപ്പ്. മാഡം, ഇത് ഞങ്ങൾ എഴുതി വരുമ്പോ നിങ്ങൾ ഇവിടുത്തെ മൊത്തം കേക്ക് മേടിക്കേണ്ടി അത് ഞങ്ങൾക്കൊന്ന് എഴുതി പഠിക്കണം. അതുകൊണ്ട് മാഡം ഒരു കാര്യം ചെയ്യും, ഈ നമ്പറിൽ നിന്ന് നിങ്ങളെ വാട്സപ്പിൽ നിന്ന് അത് മൊത്തം ഇങ്ങോട്ട് ടൈപ്പ് ചെയ്ത് അയച്ചുക. ഓ എന്നാ ശരി, ഞാൻ അങ്ങനെ അയക്കാം. ആ ശരി. ബുദ്ധിയൊക്കെ വേണം വല്ലപ്പോഴും. പൂരിയെന്ന് ശരി, ഇതാറ് ഈ സമയത്ത് വിളിക്കുന്നത്? ഹലോ. അയ്യോ, മെത്തോളാ വിളിക്കുന്നത്, അറിയത്തില്ല. ഓ മനസ്സിലായി. പോ എന്താ ഇങ്ങോട്ട് പറഞ്ഞോടുന്നോ? വിട്ടല്ലേ? ശരി. എന്റെ ദൈവമേ, ആ കൊച്ചിന്റെ വല്യമ്മ ഇങ്ങോട്ട് വരുന്നു എന്നെ കുറിച്ച് അറിയാൻ. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞേക്കുന്ന ഈ ബേക്കറി എന്റെ അമ്മ. നീ എന്തൊരു ചെയ്യാ? എന്തുവാണ് നീ ഇങ്ങനെ കടന്ന് മറിയുന്നത്? മലയാളി, ഒരു കാര്യം പറയട്ടാ. പറഞ്ഞു. മറ്റേ കൊച്ചിന്റെ വല്യമ്മച്ചി ഇങ്ങോട്ട് വരുന്നു. വരട്ടെ, നല്ല കാര്യമല്ലേ? അവര് വരുമ്പോ ഞാൻ പറഞ്ഞോളാം, നീ എന്റെ നല്ലൊരു തൊഴിലാളിയാണ്. തൊഴിലാളിയാന്ന് പറയുന്നതാണ് ഇവിടുത്തെ വിഷയം. അതെന്ത് വിഷയടാ? ഞാൻ സത്യമല്ലേ പറഞ്ഞേ? എന്നാ പിന്നെ ഞാനൊരു സത്യം പറയട്ടാ. പറഞ്ഞു. മലയാളി എന്നെ ഇവിടുന്ന് പിരിച്ചുവിടല്ലോ. നോക്കാം. ഞാൻ കുറെ നാളായില്ലോ കുറെ അടുത്ത് പെണ്ണ് കാണാൻ പോന്നു. അതെ. അപ്പൊ എല്ലായിടത്തും പോകുമ്പോ എല്ലാരും പറയുന്നു എന്തെങ്കിലും ജോലിയോ ബിസിനസ്സോ വല്ലതും വേണമെന്ന്. ഞാൻ ഈ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞേക്കുന്ന ഈ ബേക്കറി എന്റെയാണ്. എന്ത്? വനിതാ ബേക്കറി എന്റെയാണ്. എങ്ങനെ തോന്നിയടാ നിനക്ക് എന്റെ അടുത്ത് ഈ ചതി ചെയ്യാൻ? ഒരു കലകാര്യത്തിന് വേണ്ടിയല്ലേ? ശരി, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, ഞാൻ സമ്മതിക്കാം. പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട്. എന്ത് കാര്യമാണാവോ? ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മുതലാളി തൊഴിലാളി, ഞാൻ മുതലാളി. അതൊന്നും പറ്റൂല. പിന്നെ അതൊന്നും പറ്റത്തില്ല, പറ്റത്തില്ല. അതൊന്നും പറ്റത്തില്ല. ഇത് കാലാണോ അതോ ഓട കോരുന്ന മൺവെട്ടിയാണോ? പിടിക്കുമ്പോൾ ഇത് എന്തൊരു ചെയ്യുന്നത്? വല്ലപ്പോഴും ഇത് കഴി കൂടെ ഇങ്ങേർക്ക് പോയാ. അതൊന്നും നടക്കൂല. എഴിയടാ, സമ്മതിക്കത്തില്ല ഞാൻ. 1 മാസത്തെ ശമ്പളം വേണ്ട. ഉറപ്പ്? 2 മാസം വേണ്ട, 1 മാസം മതി. 1 മാസമെങ്കിൽ 1 മാസം. ശരി. ജോണിക്കുട്ടാ, അവളുടെ വല്യമ്മച്ചി വരുന്നു. ഇനിയിപ്പോ എന്തൊരു ചെയ്യും? മുതലാളി എന്താടാ? ഞാനാ മുതലാളി. ചെല്ലത്തത്തെ പാറാൻ വാ, ചെല്ലത്തുമ്പിൽ ചേക്കേറാം. അപ്പൊ നമുക്ക് അഭിനയം അങ്ങ് തുടങ്ങാല്ലേ? നീ ആ മുട്ട പപ്സിന്റെ അകത്ത് മുട്ട ഉണ്ടോന്ന് പോയി നോക്കിയാണ്. സാധാരണ എല്ലാ മുട്ട പപ്സിന്റെ അകത്ത് മുട്ടയുണ്ട് മുതലാളി. അതുപോലെ അവര് നമ്മളെ പറ്റിച്ചാലോ? നീ പോയി എല്ലാ മുട്ട പപ്സും കീറി നോക്ക, അതിന്റെ അകത്ത് മുട്ട ഉണ്ടോന്ന്. ജോണിക്കുട്ടിയെ അവിടുത്തെ സ്റ്റാഫ് അവനാണ് ഒന്നും ചെയ്യത്തില്ല. അല്ല, കുടിക്കേണ്ടത് വേണം. അയ്യോ, എനിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ കാണാൻ വന്നേ. അങ്ങനെ പറഞ്ഞാൻ പറ്റുമോ? എന്താ മുത്തലാളി? വെല്ലുമ്മച്ചിക്ക് എന്തൊരു വേണം? ചായ കാപ്പിയോ വല്ലതും വേണം? എടാ, എനിക്കൊന്നും വേണ്ടടാ. അവർക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വെല്ലുമ്മച്ചി എന്റെ കടയിൽ വന്നിട്ട് വെല്ലുമ്മച്ചി ചായയോ കാപ്പിയോ എല്ലാം കുടിക്കണം. എങ്കിൽ ചായ മതി. ചായ പോയി എടുക്കാം. മധുരം കുറച്ച് മതി കേട്ടാ. എന്നാ പിന്നെ നീ എനിക്കിവിടെ ഒരു ഹോർലിക്സ് എടുത്തു. ഹോർലിക്സേ കഴിക്കുള്ളായിരിക്കും. കല്യാണോ കള്ളി ഇത്തിരി ഇതാവണമല്ലോ. ഇത് ഞാൻ ആക്കി തരാം. പിന്നെ അവിടുത്തെ അറ്റപ്പം മുറുക്കൊന്നും എടുത്ത് തിന്നല്ലേ ഞാൻ പറഞ്ഞേക്കാം. മക്കൾ എങ്ങനെയാണ് സ്റ്റാഫിന്റെ അടുത്ത് പറയണത്? വെല്ലുമ്മച്ചിക്ക് അറിയാത്തോണ്ടോ? ഒരു മഞ്ഞക്കാടി കിട്ടുന്ന 25 കിലോ ഒരു ഒറ്റ നിമിഷം കൊണ്ട് തിന്നു തീർക്കുന്നവൻ ഇവനുണ്ടല്ലോ. ഇവിടുത്തെ പലഹാരങ്ങൾ മൊത്തം തിന്ന് ഇവൻ ഒരു ഗവൺമെന്റ് ആശുപത്രി ബ്ലഡ് കൊടുക്കാൻ പോയി. എന്നിട്ട് ആ ബ്ലഡിലാ താഴത്തെ ചായക്കടക്കാരൻ ഇപ്പൊ പൊരിപ്പിടുന്നത്. ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോണേ മുതലാളി. ഹോർലിക്സ് ചായ. അയ്യോ, ഇച്ചിരി തറ വീണായിരുന്നു. സോറി ഏട്ടാ, പെട്ടെന്ന് തുടച്ചോ അല്ലെങ്കിൽ കറയാവും. ഞാനാ പിന്നല്ലേ
തൊടാ. ഏതോ ഒരു കൊച്ചു മുട്ടായി അയച്ചിട്ട് പുഴുപ്പല്ലൊക്കെ അവിടെ കിടക്കുന്നു. നേരെ തൊടയടാ. അത് പുഴുപ്പല്ലല്ല, പോപ്കോൺ ആണ് അമ്മച്ചി. അമ്മച്ചി എന്നാ എടാ കണ്ടാടാ അമ്മച്ചി എന്ന് വിളിക്കണ്. കാലം വിസ കംപ്ലീറ്റ് ആയിട്ട് വിളിക്കാൻ നിൽക്കുന്ന നിങ്ങളെ അമ്മച്ചി എന്നല്ലാതെ നീ മിണ്ടരുത്. കൊറേ നേരമായിട്ട് ഞാനങ്ങ് സഹിക്കുന്നു. ഞാൻ എന്താടാ നിന്റെ വേലക്കാരനാ? പോടാ. ഇങ്ങനെയാണോ മുതലാളിയെടുത്ത് സംസാരിക്കണ്ടോ? ഇനി മേലെ എങ്ങനെ സംസാരിച്ചോ? ഫോൺ വന്നാമത്തോട്ട് ഞാൻ ഇനി മേലെ ഫോൺ എടുത്തോ കേട്ടല്ല. അത് ഐഫോൺ ആയിരുന്നു. എന്തെങ്കിലും ആവട്ടെ, ഇനി ഫോൺ എടുത്തത് ഞാൻ അറിഞ്ഞ മക്കളെ. സ്റ്റാഫായ സ്റ്റാഫിന്റെ രീതിക്ക് നിർത്തണം. അല്ലോ തലയൊക്കെ നിർത്തല്ലേ? അത് മുതലാളിയാ തീരുമാനിക്കണ്ടേ. ഞാൻ തൊഴിലാളി. അപ്പൊ അത് ഞാൻ ജംഗ്ഷനിൽ ഫേസ്റ്റ് ഇടാൻ വെച്ചേക്കുന്ന കങ്കാരു. പൊന്നോ അമ്മച്ചി, നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവില്ല. എന്റെ ഫിഗർ കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവൂലേ? ഞാനാണ് മുതലാളി. ഇവൻ എന്റെ പണിക്കാരാണ്, അറിയാമോ? ഇവൻ പെണ്ണിട്ടല്ലാന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ മനസ്സലിഞ്ഞ് ഞാൻ ഒന്ന് കൂടെ തന്നെയാണ്. അവനാണ് മുതലാളി എന്ന് പറഞ്ഞോണ്ട് ഇനിയൊന്നും പറ്റത്തില്ല. എടാ നീ എന്റെ മോളെ ചതിക്കായിരുന്നല്ലേ? ഒരു സ്ഥാപനമുള്ള ഒരു തന്നെ ഞാൻ ഇന്ന് കണ്ടുപിടിച്ചിരിക്കും. അപ്പൊ അവൻ ദേഷ്യം വന്നിട്ട് വയ്യ. അയ്യോ വലിയപ്പച്ചി പോയി. മുതലാളി എന്റെ ജോലിയുടെ കാര്യം ജോലിയും പോയി, പെണ്ണും പോയി. ഇത് വല്ലാത്തൊരു ഐഡിയ ആയി പോയ ടീച്ചറാ. നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന്റെ കൈഡി കൊടുത്തേ ചേട്ടാ. അനന്യ, ദോ. സൈന്ദവ്, ദോ. ദേവിലക്ഷ്മി, ദോ. നന്നായിരുന്നു മക്കളെ. നല്ല സ്കിറ്റായിരുന്നു. Thank you. നല്ല സ്കിറ്റായിരുന്നു. നിങ്ങൾ 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു Thank you. കേട്ടോ. സൈന്ദവിന് തുടങ്ങാം. സൈന്ദവിന്റെ തുടക്കവും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ നന്നായിരുന്നു. നല്ല തമാശകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടാണ് നമ്മുടെ ദേവിക്കുട്ടി കയറി വരുന്നത്. ദേവിക്കുട്ടി പറഞ്ഞ പോലെ ആണുങ്ങളൊക്കെ നടക്കുന്ന പോലെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ എടുത്ത് നല്ല രസമാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു. രണ്ടുപേരും നിന്ന് പൊരിച്ചു. Thank you. അങ്ങോട്ടാണ് നമ്മുടെ അമ്മച്ചി കയറി വരുന്നത്. ആനന്യമോളും കാലയ്ക്ക് കേട്ടോ. Thank you. അടിപൊളിയായിരുന്നു. 3 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. ചിരിക്കാനുള്ള കുറേ നല്ല നല്ല തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി അടുത്ത തവണ വരുമ്പം ഇതിലും ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരും. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഗംഭീരമായിരുന്നു കേട്ടോ. Thank you. നന്നായിട്ട് നിങ്ങൾ ഉള്ളത് വൃത്തിയായിട്ട് ചെയ്തു. Thank you. 3 പേരും ഗംഭീരമായിരുന്നു. ഈ ആണുങ്ങളുടെ വേഷം ചെയ്യാനായിട്ട് കോണ്ടാക്ട് എടുത്തിരിക്കുന്നതാണോ? എടുത്തു മൊത്തത്തിൽ കോൺട്രാക്ട് എടുത്തു. എന്തായാലും നന്നായിരുന്നു. നിങ്ങൾക്ക് പറ്റുന്ന ഒരു ചെറിയ സ്കിറ്റ് ഗംഭീരമായിരുന്നു. 3 പേര് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ചിരിയുള്ള, കുറച്ചുകൂടെ നമുക്ക് ഉല്ലസിക്കാനുള്ള ഐറ്റമായിട്ട് വീണ്ടും പറഞ്ഞു കേട്ടോ. Okay. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു നസീർക്ക. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ, ഭയങ്കര രസമായിരുന്നു. പിന്നെ നല്ല ഹ്യൂമറുകളായിരുന്നു. എല്ലാ കൗണ്ടറുകളും ചിരിക്കാനുള്ളതായിരുന്നു. പിന്നെ അനന്യ അമ്മച്ചി, അസ്സൽ അമ്മച്ചി വരവും ദേവികുട്ടന് ഏത് വേഷം ചെയ്താലും ആപ്റ്റാണ് കേട്ടോ. കറക്റ്റാണ്. ഈ വിഗ് ഒക്കെ ഇത് എവിടുന്ന് കിട്ടി? വിഗൊക്കെ നല്ല വൃത്തിയുള്ളൊരു വിഗ്. നല്ല മീശ അടിപൊളി മീശ. നല്ല രസമുണ്ട്. അതുകൊണ്ടൊരു സുഖമുണ്ട് വരഞ്ഞോണ്ട്. സൈന്ധവ് നല്ല രസമായിട്ട് ചെയ്തു കേട്ടോ മോനെ. ഒന്നും മറന്നു പോകാതെ നല്ല വൃത്തിയായിട്ട് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ ഇച്ചിരി ഹ്യൂമർ ആയിട്ടുള്ള സ്കിറ്റുമായിട്ട് വരണം. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് മാർക്സിലേക്ക് പോവാം അല്ലേ? ശരി ശരി ശരി. ഓക്കെ നസീർക്ക, എത്ര കൊടുക്കാം നമുക്ക്? ഞാനൊരു 12 മാർക്ക് കൊടുക്കാം. 12,000 രൂപ. പ്രചോദേട്ടാ, ഞാൻ അവനാ ലഡുവിന്റെ മുന്തിരിങ്ങ ഇനി എടുക്കാതിരിക്കുകയാണെങ്കിൽ 12 തരാം. ഇല്ല ഞാൻ 10 തരുള്ളൂ. അപ്പൊ 12. ടോട്ടൽ 24,000 രൂപ. ടോട്ടൽ എമൗണ്ടിൽ ഒരു 4,000 ഞാൻ പിടിക്കും കേട്ടോ. പിടിക്കുമറ്റത് പറഞ്ഞോണ്ട് മറ്റേ ഷുഗർ പറഞ്ഞു. ടോട്ടൽ എമൗണ്ട് അങ്ങോട്ട് വരുന്നത് ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. അപ്പൊ ഇവർക്ക് 36,000 രൂപ കിട്ടുള്ളൂ. 4,000 രൂപ ഞാൻ പിടിച്ചേട്ടാ. ഓക്കെ, അപ്പോ അടുത്ത പ്രാവശ്യം ഉഷാർ സ്കിറ്റായിട്ട് നമ്മൾ അടിച്ച് പൊളിക്കുന്നു. ഓക്കെ, ശരി അമ്മച്ചി ചേട്ടാ. ബൈ ബൈ. അപ്പോ ഇന്നത്തെ സമയം ഏതാണ്ട് നില കഴിഞ്ഞു. ഇനി നമുക്കൊക്കെ വീട്ടിൽ പോകണം. ഓക്കെ, നന്നായിട്ട് ചിരിച്ചു. ഒരുപാട് നല്ല സ്കിറ്റുകളൊക്കെ വന്നു. നമുക്കൊരു സ്പെഷ്യൽ കൈയടി ഇവർക്ക് തന്നെ കൊടുക്കണം. കൊല്ലം മുഖത്തല എന്ന് പറയുന്ന സ്ഥലത്ത് തൃക്കോവിലോട്ടം എന്ന് പറയുന്ന ആ പ്രദേശത്തെ ഹരിതകർമ്മസേനയിലെ നല്ല നല്ല ചേച്ചിമാരൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അവര് അസാധ്യമായിട്ട് ചിരിച്ചേട്ടോ. നല്ല കൈയടി ഉണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് ചിരിച്ചു. നമ്മളുടെ ഒരു കുടുംബത്തിന്റെ അല്ലേ, എല്ലാത്തിലും അവർ പങ്കെടുത്തു. അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും. അതുവരെ നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് നാളെ ചിരിക്കാനായിട്ട് പൂർവാധിക ശക്തിയോടെ വാ.
അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.